ഏതായിരുന്നാലും ഇവിടെ അബൂവൈസ് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ ഏത് മൗലവിമാര് പറഞ്ഞതാണെങ്കിലും ഞങ്ങൾ അതിനെ തള്ളുമെന്ന്. അത് മുജാഹിദിന്റെ പാരമ്പര്യ. ഇൻഷാ അള്ളാ ഞങ്ങളുടെ നേതാക്കളായിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ നേതാക്കളായിക്കൊണ്ട് ആരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടോ, ആരൊക്കെ ഇവിടെ കിതാബുകൾ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതിന് മുഴുവൻ ഉൾക്കൊള്ളുന്നവരാ. ഞങ്ങൾക്ക് ആരെയും തള്ളേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ ആരെയും തള്ളേണ്ടുന്ന ആവശ്യമില്ല. ഞങ്ങൾ മുജാഹിദിന്റെ ശൈലിയിൽ ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചല്ലോ കെ എം മൗലവി മുജ്തഹിദൊന്നല്ല. കെ എം മൗലവിയുടെ ഇജ്തിഹാദ് വാദം, ആ ഇജ്തിഹാദ് വാദത്തിന്റെ മേലാണ് തഖ്ലീദ് വിരോധം, അതുപോലെ തന്നെ അനുബന്ധ വിഷയങ്ങളൊക്കെ ഇവിടെ മുജാഹിദുകൾ ആകെ വളർത്തിയെടുത്തത്. അതൊക്കെ ഒരു സുദീർഘ വിഷയമാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് സംവാദം വരികയാണെങ്കിൽ നമുക്ക് അവിടെ ചൂട് പറയാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ കെ എം മൗലവിയുടെ ഇജ്തിഹാദ് വാദത്തെ അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും തള്ളിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ സുന്നികൾ ഭിന്നിച്ചതുപോലെ മുജാഹിദുകൾ ഭിന്നിച്ചിട്ടൊന്നുമില്ല എന്നാ. സുന്നികൾ ഭിന്നിച്ചപ്പോ ഞങ്ങളിതാ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ വല്ല വീമ്പ് പറഞ്ഞിരുന്നു എവിടെ എത്തിയെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം, നല്ലതാ. അപ്പൊ ഈ രൂപത്തിൽ ഇപ്പൊ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി എവിടേക്കൊക്കെ എത്തുമെന്നുള്ളതിനെ കുറിച്ചും ആലോചന അബൂവൈസിന് നല്ലതാണ്, ഓർമ്മ ഉണ്ടാവണം, നല്ലതാ. അത്ര വിഷയങ്ങളല്ല ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പറയാനുള്ളത്. ഞങ്ങളുടെ വാദം ഇവിടെ വളരെ കൃത്യമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. ഒരു പുണ്യവുമില്ലേ, അത് ഹറാമ് വരെ ആകാം. ഞങ്ങൾ മുൻപ് ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളുടെ നേതാക്കളും പറഞ്ഞതിൽ നിന്ന് ഒരു അണുമണി ഞങ്ങൾ വ്യതിചലിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ ആരെയും തള്ളുന്നുമില്ല. ഈ വിഷയത്തിൽ പുണ്യമില്ല എന്ന വിഷയത്തിൽ ഞങ്ങൾ യോജിക്കുന്നുണ്ട്. തടയാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് മാത്രമേ നമുക്ക് തർക്കമുള്ളൂ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പുണ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശരി, ഞങ്ങൾ അതിന് ശരിവെക്കുന്നുണ്ട്. ഇനി തടയൽ ഹറാമില്ല എന്ന് ഞങ്ങൾ പറയുന്നു. ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണോ നിങ്ങളുടെ നീക്കമെങ്കിൽ അത് വ്യക്തമാക്കൂ. പുണ്യമില്ല എന്നുള്ള കാര്യത്തിൽ ശരി, ഓക്കെ, ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. തടയൽ ഹറാമുണ്ടോ ഇല്ലേ? അങ്ങനെ ഈ വിഷയം ഈ പുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തടയൽ എന്ത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇനി ബാക്കി ബഹുമാനപ്പെട്ട ദാരിമി സാദ് മൈക്കിൽ വരും. ഹലോ, എനിക്കുള്ള സമയത്തിനൊന്നും അടിച്ചു തരണം സുന്നിസം. അപ്പോ ഇവിടുത്തെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ നാട്ടിലെ സ്ത്രീകൾ പള്ളിയിൽ അല്ലായിരുന്നു. അവരാരും തടഞ്ഞൊരു പ്രശ്നം ഇവിടെ ചർച്ചയിൽ വന്നിട്ടില്ല. സ്ത്രീകൾ ഞങ്ങളെ തടയുന്നുണ്ടേ എന്നൊരു പരാതി അവരിവിടെ പെട്ടിട്ടില്ല. പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകാൻ തുടങ്ങിയത് ഈ അടുത്താണ്. അത് മുജാഹിദുകളാണ്. ഓവറായിട്ടുണ്ട്. ഞാൻ നിർത്തിയാണ്, റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആതിഖ ബീവി ജീവിച്ചത് ഈ അടുത്ത കാലത്താട്ടോ. കേൾക്കുന്നുണ്ടല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിഖ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത് ഈ അടുത്ത കാലത്താണ്. ജനങ്ങൾ കേൾക്കണേ, ഈ അടുത്ത കാലത്താണ് എന്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് എന്താ ഒരു പ്രയാസം സഹോദരന്മാരെ? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ എഴുതി വെച്ചിട്ടില്ലേ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാകുന്നു? ഞങ്ങൾ പറഞ്ഞു സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമല്ല. അങ്ങനെ പള്ളിയിൽ പോകുന്ന പെണ്ണുങ്ങളെ തടയൽ എന്താണ്? അത് ഹറാമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിന് തിരിച്ച് നിങ്ങൾ വാദേതനം, നിങ്ങളെ മറുവാദേതനം. എന്താ നിങ്ങൾക്കൊരു മടി? ഇപ്പൊ പറയണം ചിലപ്പോ അത് ഹറാമാകും, ചിലപ്പോ അപ്പൊ ചിലപ്പായി കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ശരിയായി വരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇത്ര കാര്യങ്ങൾ പുസ്തകം പറയൂല. നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാം തന്നെയാണ്. പുസ്തകത്തിന്റെ പേരും പറയൂല, ആളെയും പറയൂല. അത് സംവാദത്തിന്റെ സമയത്ത് പറയും. ഇത് നിങ്ങൾ എഴുതി വെച്ചതാ. ഇനി വേണോ? സ്ത്രീകൾ യുവതി വൃദ്ധ വ്യത്യാസമില്ലാതെ പള്ളിയിൽ പ്രവേശിക്കാവതല്ല, അത് ഹറാമാകുന്നു. എന്തേ പങ്ങൾക്ക് അത് ചിലപ്പോൾ ഹറാമാകുന്നതാണ്. എന്തൊക്കെ ഒരു മടി? ഇതാ ഞങ്ങൾ പറഞ്ഞത്. നേരത്തെ നിങ്ങൾ ചോദിച്ചു ആരാ ഏത് പെണ്ണുങ്ങളാ പള്ളിയിൽ പോകുന്നതെന്ന്. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. കേരളത്തിലെ സെലഫികളായ ആളുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ജമാഅത്തിന് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പോകുന്നത് ഹറാമാണ് എന്നാണ് നാട് നീളെ നിങ്ങൾ പ്രസംഗിച്ച് നടക്കാറുള്ളത്. ഞങ്ങൾ പറഞ്ഞു അത് ഹറാമല്ല. പെണ്ണ് പള്ളിയിൽ പോക്ക് ഹറാമല്ല. അതാണ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തുകൾ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ലാ തംനഉ, അവരെ തടയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മടി, ഇപ്പൊ ഹറാമെന്ന് പറയാനും മടി. എന്നിട്ട് പറയാണ് അതെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. നിങ്ങളിവിടെ വ്യക്താക്കണം. എങ്ങനെയാണ് ഈ പള്ളിയിൽ പോകുന്നത് ഹറാമാണോ അല്ലേ? അതിങ്ങോട്ട് വ്യക്തം നിങ്ങൾ പറഞ്ഞോളൂ. പെണ്ണ് പള്ളിയിൽ പോകുന്നത് ഹറാമല്ല. അവർ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ആ നിസ്കരിച്ച നിസ്കാരം അള്ളാഹു സ്വീകരിക്കും. അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും. നിങ്ങൾ കൂടെ തുറന്നുകൊണ്ട് പറഞ്ഞോളൂ അത് ഹറാമല്ല. നിങ്ങൾ വ്യക്താക്കണം ഇവിടെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തും? ഇവർ പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. പണ്ട് ഇവര് പറഞ്ഞു ഹറാമാണ്, ഇപ്പം ഇവർ പറഞ്ഞിട്ടുണ്ട് എന്ത് ഹറാമല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു. അതുകൊണ്ട് നമുക്ക് അടുത്ത വാദത്തിലേക്ക് പോകാം. ഈ വാദത്തിന് എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ഇത് ഹറാമാണ് എന്ന് നിങ്ങൾ പണ്ട് പറഞ്ഞു ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോളൂ. ഞാനിവിടെ വായിച്ചിരുന്ന പുസ്തകങ്ങൾ
അത് സംവാദത്തിൽ ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും ഏതാണ് പുസ്തകം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ വാദം വ്യക്തമാണ്. എന്താ ഞങ്ങളുടെ വാദം? ഞങ്ങൾ ഇവിടുത്തെ ടെക്സ്റ്റ് ഇതാണ്. എന്താ ഞങ്ങളുടെ വാദം? അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനകൾ പങ്കെടുക്കുന്നത് തടയാൻ പാടില്ല. ഇനി അവരാ പള്ളിയിൽ പോയിട്ട് ഒരു പെണ്ണ് നിസ്കരിച്ചു, ആ പെണ്ണിന്റെ ഇബാദത്ത് അള്ളാഹു തആല സ്വീകരിക്കൂല. ആ പെണ്ണ് അവർ നിസ്കരിച്ച് അതിന് കൂലി കിട്ടൂല. നിങ്ങൾ വ്യക്താക്കണം. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പഴയ വാദം ഇത് തന്നെയാണ്. പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിക്കൽ എന്താണ്? ഹറാമാണ്. പള്ളിയിൽ പോക്ക് തന്നെ ഹറാമാണ്. സ്ത്രീ പള്ളി പ്രവേശനം നിഷിദ്ധമാണ്. വൃദ്ധകൾക്ക് പള്ളി പ്രവേശനം ഹറാം. നിങ്ങൾ എന്തൊക്കെ എഴുതി വെച്ചത്? ഇതൊക്കെ ഞങ്ങൾ സമ്പാദിച്ച് തെളിയിക്കാൻ പോകുന്ന ഇപ്പൊ നമുക്കൊരു മാറ്റല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ വാദം ഇതാണ്. അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനകളിൽ പങ്കെടുക്കുന്നത് തടയാൻ പാടില്ല. ഞങ്ങൾ പോകുന്നുണ്ട്, ഞങ്ങളെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. അതിനെ നിങ്ങൾ കളിയാക്കിയിട്ട് ഹറാമാണെന്ന് പറഞ്ഞവരാ നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ വ്യക്തമാക്കണം, അങ്ങനെ ഞങ്ങളെ പെണ്ണുങ്ങൾ പോകുന്നത് അത് ഹറാമാണോ അല്ലേ? എന്താ ഒരു മടി? ബാക്കി സമയം ഉസ്താദ് അബൂ ഉവൈസ് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പൊ ഏതായാലും കുണ്ടതോട് വാദപ്രതിവാദ വ്യവസ്ഥയിലും അതുപോലെ ഈ വായിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻഗാമികളായ സമസ്തന്റെ ആലിമീങ്ങളെ തള്ളുകയാണ് എന്നുള്ളതെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞങ്ങളെ പറ്റിയാ പറഞ്ഞ ഭയം മുജാഹിദ് നേതാക്കന്മാരൊക്കെ തള്ളി. ഞങ്ങൾക്ക് പറയാനുള്ള അതല്ല. ഞങ്ങള് ഇപ്പൊ നേരത്തെ പറഞ്ഞ കേമോലി മുജ്തഹിദാണ് മുജാഹിദുകൾക്ക് വാദമുണ്ട്. അങ്ങനെ ഒരു വാദമല്ല. അതൊക്കെ ടൈം ഓവറാണോ? ഓക്കെ, ശരി. എന്നാ അസ്സലാമു അലൈക്കും. ഒരു ഇടപെടലാണ് ഇത്. രണ്ടു കൂട്ടരുടെയും സമയമല്ല. ഞാൻ സംസാരിച്ചതിന് ശേഷം അസ്ഹരി കൂടി മൈക്കെടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മൾ നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ വളരെ ഒരു വാദത്തിന് എതിർവാദം വേണ്ടേ? ഇപ്പൊ ഒരു കൂട്ടർ പറയുന്ന വാദം അള്ളാഹുവിന്റെ അടിയാത്തി, അതായത് ഞങ്ങളുടെ പക്ഷം പറയുന്ന സലഫികളായ ഞങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളികളിൽ പോയി ആരാധനകളിൽ പങ്കെടുക്കുന്നത് തടയാൻ പാടില്ല. അങ്ങനെ പെണ്ണിനെ പള്ളി തൊട്ട് തടയുന്നത് ഹറാമായ കാര്യമാണ്. നമ്മുടെ KICRലുള്ള സഹോദരങ്ങൾ പറയുന്നു സ്ത്രീകൾക്ക് നിസ്കാരം വീട്ടിൽ വെച്ചാണ് പുണ്യകരം. പൊതുവെ സ്ത്രീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നത് ഒരു പുണ്യവുമില്ല. ഈ രണ്ട് വാദങ്ങളാണ് ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിനിടയിൽ ഇവിടെ ഒരു ഒരു കൂട്ടിമുട്ടൽ ഉണ്ടായിട്ടില്ല. കൃത്യമായ ഒരു വാദത്തിലേക്ക് രണ്ടു കൂട്ടരും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര സമയം ഓവറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇങ്ങനെ തുടർന്നു പോകണോ, ഇതിലെന്തെങ്കിലും ചർച്ച നടത്തണോ, ഈ വിഷയത്തിൽ കൂടുതൽ അങ്ങനെ ഇതാണ്ട് കാര്യമില്ല. നേരം കുറെ വൈകുകയാണ്. ഇത് പറഞ്ഞു തന്നെ കൂടും കൊണ്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ സമയം കളയേണ്ടതില്ലല്ലോ. അപ്പൊ അസേരി ഒന്ന് മൈക്കിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം നമ്മൾ പറഞ്ഞ സമയം 12:30 UAE ടൈം 12:30 മണി ആയിട്ടുണ്ട്. 12 മണി കഴിഞ്ഞിപ്പോ. അപ്പോ വിഷയം സ്ത്രീകൾക്ക് നിസ്കാരം വീട്ടിൽ വെച്ചാണ് പുണ്യകരം. പൊതുവെ സ്ത്രീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവും ഇല്ല എന്ന ഞങ്ങളുടെ വാദം അത് അംഗീകരിക്കാൻ മറ്റു മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് അവർ പള്ളിയിൽ പോകുന്നത് പുണ്യമൊന്നുമില്ല എന്ന് അവരും അംഗീകരിച്ച ഒരു നിലക്കാണ് അവരുടെ സംസാരം വരുന്നത്. പിന്നെ അഷ്റഫ് പൂനൂര് മൈക്കെടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളിൽ വാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ നിങ്ങൾ പറയുന്ന ഒരു വാദത്തിലേക്ക് ഞങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അങ്ങനെയല്ല. അത് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നത് പുണ്യമൊന്നുമില്ല, പക്ഷെ അത് അറിയാൻ പാടില്ല. അതെന്ത് വാദം? അപ്പൊ ഒന്നുകിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പുണ്യം ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കണ്ടേ. പുണ്യമുണ്ട് എങ്കിൽ പിന്നെ പോകലും തടയലും ഒക്കെ ഉള്ളൂ. പുണ്യമുണ്ടെങ്കിലല്ലേ പിന്നെ നമ്മൾ പോകലും തടയലൊക്കെ ഉള്ളൂ. ഏതായാലും ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് ഉണ്ട്. സമയം ഇപ്പൊ 12:30 മണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് ഇവിടുന്ന് അങ്ങോട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക അതോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാൻ മൈക്ക് ഓക്കെ റൂയിസാൻ മൈക്കിൽ വാ. അസ്സലാമു അലൈക്കും. ഏതായാലും ഇത്രയും നേരം ഈ ചർച്ച ഇങ്ങനെ തുടർന്ന നിലക്ക് ഇവിടെ വാദപ്രതിവാദം നടക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വാദങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടണല്ലോ. എങ്കിലല്ലേ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ നിങ്ങളുടെ വാദത്തിന് എതിരായി പറയുകയാണ്.
അതായത് ഇതാ നിങ്ങളുടെ വാദം, നിങ്ങൾ എഴുതിയ വാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ മൈക്കെടുത്ത് പറയൂ. നിങ്ങളുടെ വാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ വാദത്തെ പറ്റേ ഞങ്ങൾ തള്ളിക്കളയുന്നു, അത് തെറ്റാണ്. എന്നാൽ ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇവിടെയാണ് നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ വാദത്തെ ഞങ്ങൾ, അപ്പോ നമ്മൾക്ക് ഇത് ഒരു ജമ്മാക്കി കൊണ്ടുപോകാൻ പറ്റും. ഞാൻ മൈക്ക്. അപ്പോ അൽഹംദുലില്ലാ വിഷയം ഒരു വഴിത്തിരിവിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ വാദം സ്ത്രീകൾക്ക് നിസ്കാരം പള്ളി വീട്ടിൽ വെച്ചാണ് പുണ്യകരം, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത് യാതൊരു പുണ്യവുമില്ല എന്ന വാദം അവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ പുണ്യമുണ്ട്, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ പുണ്യമുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നു, അവർ വാദിക്കുന്നു. അതുകൊണ്ട് തടയാൻ പാടില്ല എന്നായിരിക്കും പിന്നെ അത് പൂർത്തീകരിച്ചിട്ട് വരുന്നത്. എന്നാൽ ഞങ്ങൾ നിരുപാധികം സ്ത്രീകളെ തടയാൻ പാടില്ല എന്ന വാദത്തെ ഞങ്ങളും അംഗീകരിക്കുന്നില്ല. തീർത്തും നിരുപാധികം സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല എന്ന നിങ്ങളുടെ ആ വാദത്തെ ഞങ്ങളും അംഗീകരിക്കുന്നില്ല. അപ്പോ വാദങ്ങൾ ക്ലിയറായി. ആ വാദങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഉസ്താദന്മാര് DC ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. പിന്നെ വാദങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അവരുടെ വീട്ടിൽ വെച്ചാണ് പുണ്യകരം. എന്നാൽ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിൽ യാതൊരു പുണ്യവും ഇല്ല എന്നാണ് നമ്മുടെ വാദം. എന്നാൽ നിങ്ങളുടെ വാദം ഇപ്പോ അത് പുണ്യമുണ്ട് എന്നോ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നോ എന്താണെന്ന് വ്യക്തമാക്കണം. വെറും പുണ്യമുണ്ട് എന്നാണോ അതല്ല അവിടെയാണ് ശ്രേഷ്ഠത എന്നാണോ എങ്കിൽ അത് വ്യക്തമാക്കി അതിനനുസരിച്ച് അതുകൊണ്ട് തടയാൻ പാടില്ല എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറയാം. പിന്നെ എന്ന് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഗഫൂർ അൻവരി കൂടി മൈക്കെടുത്തിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാം. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാദം അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അവര് പച്ചയായി പറഞ്ഞിരിക്കുകയാണ്. ഏതൊരാൾക്കും മനസ്സിലാക്കാം നമ്മുടെ വാദം പൊതുവെ സ്ത്രീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. അപ്പൊ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും പുണ്യമുണ്ട് എന്നാകുമല്ലോ അവരുടെ വാദം. തീർച്ചയായും അത് അങ്ങനെ തന്നെ ആകുമല്ലോ, കാരണം ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പുണ്യമുണ്ട് എന്ന് തന്നെയായിരിക്കും. ഇനി പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിശദീകരണം അവർക്ക് അവർ നൽകേണ്ടതുണ്ട്. അവർ നൽകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് ഉസ്താദ് വിശദീകരിച്ചതുപോലെ പറഞ്ഞതുപോലെ തടയൽ ഹറാമാകുന്നു എന്നായിരുന്നല്ലോ ഇവിടെ മുജാഹിദ് പക്ഷം അവരുടെ വാദമായി കൊണ്ടെഴുതിയത്. അതെ, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തടയൽ നിരുപാധികം ഹറാമാകുന്നു എന്ന് നമ്മളും അംഗീകരിക്കുന്നില്ല. ഇവിടെ നമ്മുടെ വാദം പോകുന്നതിൽ ഒരു പുണ്യവുമില്ല എന്നായിരുന്നു. അപ്പൊ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുണ്യമുണ്ട് എന്ന് അവർ അംഗീകരിച്ചു എന്നതാണ് ഫലം. അപ്പൊ ആ രൂപത്തിൽ ഇനി വാദം മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി അവരുടെ വാദം തടയൽ ഹറാമാകുന്നു എന്നായിരുന്നു. അപ്പൊ നിരുപാധികം തടയൽ ഹറാമാകുന്നു എന്നതിനെ നമ്മളും അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൽ മാറ്റം വന്നൊന്നറിയില്ല. പിന്നെ സമയം ബാക്കിയുണ്ടെങ്കിൽ ബിൻ മുഹമ്മദ് ഉസ്താദ് തന്നെ മൈക്കെടുത്ത് പറയണം. കാരണം അല്പസമയം DC ആയിരുന്നു, അതുകൊണ്ട് എന്തൊക്കെ ചർച്ചകൾ നടന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബിൻ മുഹമ്മദ് ഉസ്താദ് തന്നെ മൈക്കെടുത്തിട്ട് ആ വിഷയം ക്ലിയർ ചെയ്യണം, സമയം ബാക്കിയുണ്ടെങ്കിൽ. സമയമുണ്ടോ? അതായത് അവര് നമ്മുടെ വാദം അംഗീകരിക്കുന്നില്ല എന്ന് പിന്നെ അബു ഹസാൻ പറഞ്ഞു. അപ്പോ ഇനി ബാക്കി അതിനനുസരിച്ച് മുന്നോട്ട്. അപ്പൊ പിന്നെ നമ്മൾ അവരുടെ വാദം അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. അപ്പൊ നമ്മുടെ വാദം അവർ അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അബു ഹസാൻ പറഞ്ഞല്ലോ. പിന്നെ ഇല്ലാന്ന് എഴുതിയത് എന്താ? അംഗീകരിക്കുന്നില്ല എന്നല്ലേ? അതെ, പോകാൻ പാടില്ല പാടുണ്ടോ അതൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. വാദപ്രതിവാദിൽ നിങ്ങൾക്ക് ചോദിക്കാലോ. വെറുതെ അനാവശ്യ ടെസ്റ്റുകൾ നിങ്ങൾ അടിക്കുന്നതിനാ. നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കാം. ഹാഡുണ്ടോ, ഹറാമുണ്ടോ, കറാഹത്തുണ്ടോ, പുണ്യമില്ല എങ്കിൽ പല രൂപങ്ങളും വരും. അതൊക്കെ എല്ലാ പണ്ഡിതന്മാര് പറഞ്ഞതും നമുക്ക് വിശദീകരിക്കാനും പറ്റും. എന്താണ് മൈക്ക്? ഓക്കെ. അല്ലേ, നമ്മളുടെ വാദത്തെ നിങ്ങളും നിങ്ങളുടെ വാദത്തെ ഞങ്ങളും അംഗീകരിക്കുന്നില്ല എന്നതിന് ബദൽ നിങ്ങളുടെ വക ഒരു വേർഡ് കൂടി കൂടുകയാണെങ്കിൽ നിരുപാധികം ഞങ്ങളും അംഗീകരിക്കുന്നില്ല
അപ്പൊ പിന്നെ ഇനി ആ വേർഡ് കൂട്ടാൻ നമ്മൾ 1 മണിക്കൂർ പിന്നെയും ചർച്ച നടത്തണം. അവിടേക്കൊന്നും പോണ്ട. ഇപ്പൊ നമ്മളിവിടെ എഴുതിയതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയുക. നിങ്ങൾ എഴുതിയതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതേപോലെ ഞങ്ങൾ എഴുതിയതിനെ നിങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അതേ ഉള്ളൂ. അസറുവിനൊരു ബൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്, നമ്മളുടെ ചർച്ചാ സമയം ഓൾറെഡി അവസാനിച്ചതാണ്. ഇനി ഇത് ഒരു തീരുമാനത്തിലെത്താത്തതിന്റെ കാരണത്താൽ ഈ വാദപ്രതിവാദം നടക്കണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പറഞ്ഞത്. നിങ്ങൾ എഴുതിയ വാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വാദപ്രതിവാദത്തിൽ പറയും. ഞങ്ങളുടെ വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളും നിങ്ങളുടെ വാദപ്രതിവാദത്തിന്റെ സംവാദത്തിൽ പറഞ്ഞോളി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളുടെ ഈ വിഷയം തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണല്ലോ ഒരു വാദപ്രതിവാദം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, ബാക്കി നിരുപാധികവും സ്വാഭാവികവും അതൊക്കെ അവിടെ പറയാം, സംവാദത്തിൽ പറയാം നമുക്ക്. ഇവിടെ ഈ 2 ചർച്ചയാണ് ഇവിടെ ഉള്ളത്. അവിടെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറയാം. ഇവിടെ നമ്മൾ സമയം ഓവർ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടിട്ട് പ്രത്യേകം ഈ ഒരു കണ്ടീഷൻ വെച്ചത്. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം, എന്നിട്ട് നമുക്ക് മറ്റൊരു ചർച്ച നമ്മൾ പറഞ്ഞൊരു ഉദ്ദേശം വെച്ചൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ, തൗഹീദ് സംബന്ധമായിട്ട് നമുക്ക് ചർച്ച നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിലേക്ക് കൂടി നമുക്ക് ഒന്ന് ഇരിക്കേണ്ടതുണ്ട്. അതിന് ഇതന്നെ തീർന്നിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. തുടക്കത്തിൽ സംസാരിച്ചപ്പോ ഉസ്താദിനോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇതിനെന്നെ സമയം ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ചില സമയത്തൊക്കെ വാദപ്രതിവാദ വ്യവസ്ഥ ചർച്ച 6 മണിക്കൂറൊക്കെ ഇരുന്നിട്ടുണ്ട്, അനുഭവം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞതെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് പെട്ടെന്ന് നമ്മൾക്ക് അറിയേണ്ടത് ഇതാണ്. അപ്പൊ നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ തീർക്കാം. ഉസ്താദുമാരുടെ മൈക്കിലേക്ക് വരും. അസ്ഹരി ഒന്ന് മൈക്കിലേക്ക് വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, സംവാദം നടക്കേണ്ടതുണ്ട്. ഈ വ്യവസ്ഥക്ക് പെട്ടെന്ന് തീരുമാനമായിട്ട് വേണം മറ്റേ ചർച്ചയ്ക്ക് നമുക്ക് ഇരിക്കാൻ. അതിന് പിന്നെ നമ്മൾ പെട്ടെന്ന് അതിന്റെ തീരുമാനം പറയണം. ബഹുമാനപ്പെട്ട ഗഫൂർ അൻവർ ഉസ്താദിന് വേണ്ടി ഞാൻ മൈക്ക് കൈമാറാണ്. ഉസ്താദ് റൈസാന്റെ ഒരു മുകളിൽ വരണം. ഗഫൂർ അൻവർ ഉസ്താദ് റൈസാന്റെ ഒരു മുകളിൽ വരും. ഫുറൻവരി വന്നിട്ടുണ്ടോ? അല്ല, നിങ്ങൾ തന്നെ ബിൻ മുഹമ്മദ് ഉസ്താദ് തന്നെ എടുക്കണം, മൈക്ക് എടുക്കണം. അവർക്ക് വേണ്ടി മൈക്ക് ഒഴിവാക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയങ്ങളെ ഏകദേശം നമുക്ക് ഇങ്ങനെ തീരുമാനിക്കാം. നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്ത്രീകൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ്, വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് പുണ്യകരം. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിൽ യാതൊരു പുണ്യവുമില്ല എന്ന് നമ്മുടെ വാദം. പിന്നെ അതിന്റെ നേരെ പള്ളിയിലേക്ക് പോകുന്നതിൽ പുണ്യമുണ്ട് എന്നാണ് അവർ വാദിക്കുന്നതെങ്കിൽ, എങ്ങനെയാണെങ്കിൽ ആ വാക്ക് അവർ പറഞ്ഞോട്ടെ, അവരാ പറഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടത്? നമ്മളിനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വാദത്തെ ഞങ്ങളും അംഗീകരിക്കുന്നില്ല, അഥവാ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് മുത്തലക്കായിട്ടാണ്, നിരുപാധികമാണ് നിങ്ങൾ പറഞ്ഞത്. ആ വാദത്തെ നമ്മളും അംഗീകരിക്കുന്നില്ല. പിന്നെ ആ നിലക്ക് നമുക്ക് വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് ഗഫൂർ അൻവർ ഉസ്താദ് ഒന്നും മൈക്കിൽ വരില്ലായിരിക്കും നല്ലത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ പറയാൻ നിങ്ങൾക്ക് അവിടെ നാട്ടിലെ സമയം അനുവദിക്കുമോ, അതല്ല അതിന് മറ്റൊരു സമയം കാണേണ്ടി വരുമോ? വിഷയം അൽഹംദുലില്ലാഹ് മൗദൂഅ് ക്ലിയർ ആയിട്ടുണ്ട്, വിഷയം ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അതിന്റെ വാക്കുകൾ, വചനങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തയ്യാറാക്കി ഒന്ന് പേസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്താൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാവുന്നതാണ്. അതിന് ഗഫൂർ അൻവർ ഉസ്താദ് ഒന്ന് മൈക്ക് എടുത്ത് അതിന് ശേഷം ബാക്കിയുള്ളവർക്ക് എടുക്കാം. ഇവിടെ ഏകദേശം നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വാദം, സുന്നി പക്ഷത്തിന്റെ വാദം അവർ അംഗീകരിക്കുന്നില്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മുടെ വാദം വളരെ വ്യക്തമായിരുന്നു. സ്ത്രീകൾക്ക് നിസ്കാരം വീട്ടിൽ വെച്ചാണ് പുണ്യകരം. പൊതുവെ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. ഇത് അംഗീകരിക്കുന്നില്ല എന്നവർ പറഞ്ഞു. ഇത് അംഗീകരിക്കുന്നില്ല, പുണ്യമില്ല എന്നുള്ളതിന് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യക്തമായ ഭാഷ പുണ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ ഒരു കാര്യം അവരുടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയറായി. ഇനി അവരുടെ വാദം എങ്ങനെ, എന്ത് എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അതോടുകൂടി മുജാഹിദ് വാദം
ഇവിടെ മുജാഹിദുകൾ ഉന്നയിച്ചിട്ടുള്ള അവരുടെ മുജാഹിദ് വാദം അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിൽ പോയി ആരാധനകളിൽ പങ്കെടുക്കുന്നത് തടയാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ പോകുന്ന പെണ്ണിനെ തടയൽ ഹറാമാകുന്നു, നിരുപാധികം തടയൽ ഹറാമാകുന്നു എന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതാണ് നിങ്ങളുടെ വാദത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ വാദം എപ്പോഴും കൃത്യമാണ്. ഇതിൽ ഞങ്ങൾ മുൻഗാമികളെ തള്ളുക എന്ന വിഷയമൊന്നും ഞങ്ങൾക്ക് വരുന്നില്ല. പുണ്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ചതുപോലെ ഹറാമാകുന്ന സാഹചര്യങ്ങൾ അടക്കമുണ്ടാകും. ഹറാമ് മാത്രമല്ല കബീറത്ത് വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഞങ്ങൾക്കിവിടെ ഒരാളെ തള്ളുന്ന പ്രശ്നമില്ല. ഇതുവരെ തടയാൻ പറ്റുമോ എന്നുള്ള വിഷയമായിരുന്നു. അഷ്റഫ് മുനൂർ മൈക്കിൽ വന്നിട്ട് ഒരു ചെറിയൊരു മാറ്റം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അനുഭവപ്പെട്ടു. പോകൽ ഹറാമല്ല, തടയൽ ഹറാമാകുന്നു എന്ന വാദത്തിൽ നിന്ന് മാറിക്കൊണ്ട് പോകൽ ഹറാമല്ല എന്നുള്ള ആ ഒരു സംസാരമായിരുന്നു പിന്നെ അഷ്റഫ് മുനൂരിന്റെ സംസാരത്തിലൊക്കെ കേൾക്കാൻ സാധിച്ചത്. ഏതായിരുന്നാലും ഇപ്പോ രണ്ട് വിഭാഗം തമ്മിൽ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. സുന്നി വാദത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. സുന്നി വാദത്തെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു വിശദീകരണം വേണമല്ലോ. ആ വിശദീകരണം എന്താണ്? നിങ്ങളുടെ വാദത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് തടയൽ ഹറാമാകുന്നു എന്നുള്ളത് നിരുപാധികം ശരിയല്ല എന്നാണ്. നമ്മള് ഇത്രയും നേരം ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തി. ആ ധാരണയിലെത്തി നിങ്ങളുടെ കയ്യിൽ തന്നെന്താ? നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ വാദം നിങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതിലേക്ക് ഒരു നിരുപാധികം വക കൊണ്ടുവന്നിരിക്കാം. നമ്മളത് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. നിരുപാധികം എന്നുള്ള ഇതിൽ വിഷയമല്ല. പുരുഷന്മാരും ചിലപ്പോൾ തടയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ കടക്കേണ്ട. അങ്ങനത്തെ ഇപ്പൊ നമ്മളിത് എഴുതിയുണ്ടല്ലോ, ഈ എഴുതിയിൽ നിൽക്കാൻ പറ്റുമോ? എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ അതിലേക്ക് വേറൊന്ന് കൊണ്ടുവന്ന് മറ്റൊന്ന് കൊണ്ടുവന്ന് അതൊന്നും വേണ്ട. ഇനി അതൊന്നും അല്ലെങ്കിൽ ഈ കാസ് മുസ്ലിം ടീമും കൊണ്ടുകൊണ്ടോ വാദപ്രയാത്തിൽ എഴുതിയ വ്യവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മൾ രണ്ടുകൂട്ടിലാണ് സ്വീകരിക്കുക. സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥയിൽ അസം മുസ്ലിയാർ എഴുതിയ ആ മുദ്ദ ഉണ്ടല്ലോ, ആ മുദ്ദ നമുക്ക് രണ്ടുകൂട്ടർക്കാണ് സ്വീകരിക്കാൻ നിർവാഹമില്ലെങ്കിൽ എവിടെയെത്തുള്ളൂ? ഞങ്ങൾ ഈ പറഞ്ഞത് അസ്രഫൂനിന്റെ ബൈക്കിലേക്ക് വന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഉസ്താദിന്റെ മൈക്കിലേക്ക് ഞാൻ കട ക്ലോസ് ചെയ്യണം. അപ്പൊ എന്റെ പേരൊന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മൈക്കെടുത്ത ഞാനൊരു മാറ്റം വരുത്തിയില്ല. പോകുന്ന ആളുകളല്ലേ തടയൽ ഹറാമാണ് എന്ന് പറഞ്ഞപ്പോ ഞാനൊരു മാറ്റം വരുത്തിന്ന. പോകുന്ന ആളുകൾ, പോകാത്ത ആൾക്കാരെ തടിയന്റെ അനുമതി, പോകുന്ന ആൾക്കാരല്ല തടിയന്റെ അനുമതി. എന്തെങ്കിലും വിളിച്ചു പറയല്ല. ഇവിടെ എന്തായാലും ഒരു കാര്യം ഇപ്പൊ നമുക്കൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ അബൂസാന് നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അതിങ്ങനെ അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെ നിങ്ങൾ ആ മസാല പറയുന്നത് പോലെ നിങ്ങളെ സ്ഥിരം പരിപാടി നിങ്ങൾ ഒപ്പിച്ചതാ. നിങ്ങളെ ഈ വാദം, ഞങ്ങൾ പറഞ്ഞ വാദത്തിനോട് നിങ്ങളുടെ വാദം ഒരിക്കലും യോജിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണ്, നിങ്ങളെ എഴുതിയ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പറഞ്ഞത്. പിന്നെ അത് വീണ്ടും നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് അത് നിങ്ങളെ ആ മസാല ഉണ്ടല്ലോ, ആ മസാല പോലെ കൊണ്ടുപോവാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തറിയോ? സാധാരണ മുജാഹിദിന്റെ സലഫികളായ ആളുകൾ, ഭാര്യമാര്, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു, ഇപ്പോഴും പോകാറുണ്ട്. ആ പോകുന്നത് ഹറാമാണ് എന്ന് സ്റ്റേജ് കെട്ടി വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് ഇപ്പം അത് എന്താണ്, നിരുപാധികം ഹറാമല്ല എന്ന കോലത്തിലേക്ക് എത്തി. എന്തായാലും അൽഹംദുലില്ലാ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളത് ഹറാമല്ല എന്ന് കൂടി പറയും എന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ആവട്ടെ. ഇപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ, ഹറാമാണ് എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും നാടിനുള്ള സകല സ്ഥലങ്ങളിൽ പോയി എന്ത് ചെയ്തു, പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ആളുകൾ ഇപ്പം നിരുപാധികം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ഖൈർ. ഈ സംവാദം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനത് ഇവിടെ ഒരുപാട് വായിച്ചിരുന്നു. നിങ്ങൾ പള്ളിയിൽ പോക്ക് തന്നെ ഹറാമാണ്, പള്ളിയിൽ പോകുന്നത് ഹറാമാണ്, വൃദ്ധകൾക്ക് പോലും പള്ളിയിൽ പോകുന്നത് ഹറാമാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ സംവാദത്തിൽ വരുമായിരുന്നു. നിങ്ങൾക്കറിയാം അതൊക്കെ പറഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് മെല്ലത്തിൽ നൊഴിഞ്ഞു മാറാം എന്ന് നിങ്ങൾക്ക് തോന്നി. അതവിടെ സംഭവിച്ചത്. ഞങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഞങ്ങളെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമല്ല എന്ന് ഇവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹറാമാണോ എന്ന് പറയുന്ന ഇവര് എന്ത് ചെയ്തു, അതിന് പറയാൻ തയ്യാറില്ല. എന്നിട്ട് പറയാണ് ഞങ്ങൾ അംഗീകരിച്ചു എന്ന്. എന്താ, ഞാൻ ഇവിടെ കട ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി സമയം അബൂസാനും ഉസ്താദും മൈക്കിലേക്ക് വരിക. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, ഏതായിരുന്നാലും
നല്ല രസകരമായൊരു ചർച്ച തന്നെ. ഇവിടെ ഞങ്ങളുടെ വാദം എന്ത് എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുക. ഞങ്ങളുടെ വാദം എന്ത് എന്നുള്ളത് നിങ്ങളല്ല പറയേണ്ടത്. ഞങ്ങളുടെ വാദം എന്ത്, ഈ വിഷയത്തിൽ ഞങ്ങളുടെ വാദം എന്ത് എന്നുള്ളത് ഞങ്ങളാ പറയേണ്ടത്. ഇവിടെ പിന്നെ ഞങ്ങൾക്ക് EK ഹസൻ മുസ്ലിയാരാവട്ടെ മറ്റേത് സുന്നി നേതാക്കളാവട്ടെ ഒരാളെയും തള്ളുന്ന പ്രശ്നം ഞങ്ങൾക്കില്ല. ഒരാളെയും ഞങ്ങൾ തള്ളുകയില്ല. മാത്രമല്ല EK ഹസൻ മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാരാകുന്ന സുന്നി നേതാക്കൾ എന്തൊക്കെയാണോ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് സുന്നി ആദർശങ്ങളായിക്കൊണ്ട് അതിനെ അരക്കിട്ടുറപ്പിക്കുവാനും ആരുടെ മുന്നിൽ സമർത്ഥിക്കുവാനും തന്നെയാണ് ഞങ്ങൾ ഈ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സന്ദർഭത്തിലും ഓരോ നേതാവിനെയും ചോദ്യം ചെയ്യുക, ഓരോ നേതാവിനെയും തള്ളുക എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തനമാണ്, അത് ഞങ്ങളുടെ രീതിയല്ല. അതുകൊണ്ട് കൊണ്ടുതോട് വാദപ്രതിവാദമാകട്ടെ മറ്റേത് വാദപ്രതിവാദമാകട്ടെ ഒരു വാദപ്രതിവാദത്തിലും സുന്നി നേതാക്കൾ പറഞ്ഞൊരു വിഷയത്തെയും തള്ളുന്ന പ്രശ്നം ഞങ്ങൾക്കില്ലേ ഇല്ല. നേതാക്കളെ തള്ളുക, അവർ പറഞ്ഞത് തെറ്റാണ്, അതിൽ ഞങ്ങൾക്ക് മടിയില്ല. ഈ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ മുജാഹിദുകളുടെ രീതിയാണ്. ആ രീതി കൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനമായി തീർന്നിട്ടുള്ളതും. അതൊക്കെ നമുക്ക് അവസരം പോലെ പറയാം. ഏതായിരുന്നാലും അഷ്റഫ് പൂനൂരിന്റെ സംസാരത്തിൽ ഒരു കാര്യം കൂടി ഇപ്പൊ വ്യക്തമായി. തടയൽ ഹറാമുണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നു ഇതുവരെ അബൂവൈസുമൊക്കെ മറ്റൊക്കെ സംസാരിച്ചിരുന്നത്. ഇപ്പൊ പോകൽ ഹറാമല്ല എന്ന ആ പോവലിന്റെ കാര്യം കൂടി അഷ്റഫ് പൂനൂര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അവരിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ല, സുന്നിവാദം മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. എന്തായിരുന്നു സുന്നിവാദം? പൊതുവെ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകും, ഒരു പുണ്യവുമില്ല. ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് മനസ്സിലാക്കാൻ എത്ര ബുദ്ധിയും കിതാബോധിയ വലിയ വിവരമൊക്കെ ആവശ്യമുണ്ടോ? പൊതുവെ സ്ത്രീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്ന ഒരു പുണ്യവുമില്ല എന്ന സുന്നിവാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ താല്പര്യം? പുണ്യമുണ്ട് എന്നുള്ളതിനെ ഒരു പുണ്യവുമില്ല എന്നുള്ളതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്താ അതിന്റെ മറുപുറം? ഇത് വ്യക്തല്ലേ? ഇത് വളരെ വ്യക്തല്ലേ? ഇത്രമാത്രം ചിന്താശേഷി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയേണ്ടി അതല്ലെങ്കിൽ സംശയിക്കേണ്ടി വരികയാണ്. അതൊക്കെ ഒരു പുണ്യവും ഇല്ല എന്ന് ഞങ്ങളുടെ വാദം. ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം പുണ്യമുണ്ട് എന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു തടയൽ ഹറാമാകുന്നെങ്കിൽ നിങ്ങളുടെ വാദത്തിന് നേരെതിരാവണം എന്നതിന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും പറയുക. ഞങ്ങളുടെ വാദമാണ് ഞങ്ങൾ പറയുക, ഞങ്ങളുടെ ആശയങ്ങൾ പറയുക. ഞങ്ങളുടെ ആശയം നിരുപാധികം തടയൽ ഹറാമാകുന്നു എന്നത് ശരിയല്ല. ഇതാണ് ഞങ്ങളുടെ വാദം. നിങ്ങളുടെ വാദത്തെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട് എന്ത് എന്നുള്ളത് ഞങ്ങൾ വ്യക്തമാക്കിയല്ലോ. ഇതേ രൂപത്തിൽ നിങ്ങൾ ഞങ്ങളുടെ വാദത്തിന്റെ ഒരു വിശദീകരണം പറയൂ. നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ. അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ, അതിന്റെ വിശദീകരണം നിങ്ങൾ പറയൂ. ഇനി സമയം ബാക്കിയുണ്ടെങ്കിൽ ദാരിമിഷാദ് മൈക്കിലേക്ക് വരും. അപ്പൊ അത് ഗഫൂർ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ അവരുടെ വാദം പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ട് ആരാധിക്കുന്നത് തടയാൻ പാടില്ല, തടയുന്നത് ഹറാമാണ്, നിരുപാധികം ഹറാമാണെന്നല്ലേ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം? അതന്നെ ഞങ്ങൾ ഖണ്ഡിച്ചത്. നിരുപാധികം ഹറാമാണെന്ന് നിരുപാധികം പറയാൻ പാടില്ല. ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള വാദം ഞങ്ങൾ വ്യക്തമാക്കി. ഇനി ഞങ്ങളുടെ വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദമായിട്ടുള്ള നിങ്ങളുടെ വാദം? അത് നിങ്ങൾ വ്യക്തമായി പറയണം. അപ്പോഴാണ് പ്രതിവാദമാവുക. അപ്പോ നിങ്ങൾ ഈ കുണ്ടുതോട് വാദപ്രതിവാദമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെയുള്ള ആ സംവാദ വ്യവസ്ഥകൾ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. മറിച്ച് നമ്മളിവിടെ ഇരുന്നത് നമ്മൾ തമ്മിലുള്ള സംവാദ വ്യവസ്ഥ തീരുമാനിക്കാനാണ്. അപ്പൊ ഏകദേശം ഒരു ധാരണയിലായിട്ടുണ്ട്. ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് നിങ്ങൾ പ്രതിവാദം എഴുതുക. നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അതിന്റെ പ്രതിവാദം എഴുതി. നിരുപാധികം ഹറാമാണെന്ന് നിരുപാധികം പറയുന്നത് ശരിയല്ല. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെന്താ, നിങ്ങൾ നിരുപാധികം ഹറാമാണെന്നാണോ പറയുന്നത്? നിങ്ങളുടെ വാദത്തോട് പൂർണ്ണമായിട്ട് ജോയിന്റ് ചെയ്യുന്ന പ്രതിവാദമാണ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞങ്ങളുടെ വാദത്തോട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാവുന്ന നിങ്ങളുടെ വാദം നിങ്ങൾ പറയൂ. എന്നിട്ട് നമുക്ക് വാദപ്രതിവാദം നടത്തണം. അത് കൃത്യമായി നടത്തണം. പിന്നെ ഒരുപാട് അവിടുന്ന് ഇവിടുന്ന് പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ ഭർത്താവ് ഇരുന്നേരം തന്നെ പെണ്ണ് ഇരിക്കണം, അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അവൾ ആരാധനയും നിസ്കാരമൊക്കെ അവളുടെ വീട്ടിൽ തന്നെ നിർവഹിക്കണം എന്ന് എഴുതി വെച്ച നിങ്ങളുടെ നേതാക്കന്മാരുടെ ഒരുപാട് ഉദ്ധരണികൾ ഞങ്ങൾക്ക് ഇവിടുന്ന് വായിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് സംവാദം വരട്ടെ, നമുക്ക് വായിക്കാം. ഇപ്പൊ അതിന്റെ ടൈമല്ല, സമയം ഓവറായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. സമയം എന്ന് എഴുതി കഴിഞ്ഞാൽ ടൈം ഓവറായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വാദം, ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം നിങ്ങൾ വ്യക്തമാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ ഇടക്കിട്ട് ഞങ്ങൾക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് ചർച്ച എന്നൊക്കെ അനുവരി പറയുന്നത് അതിന്റെ മയന ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്.
പിന്നെ EKS മുസ്ലിയാരും ടീമും കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥയിൽ എഴുതിയിട്ടുള്ളത് പെണ്ണ് പള്ളിയിലേക്ക് പോകുന്ന ഹറാമാണെന്നാ എഴുതിയിട്ടുള്ളത്. ആയിക്കോട്ടെ, എന്നാ കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. രണ്ടു കൂട്ടരുടെയും നേതാക്കന്മാര് തർക്കമില്ലാതെ അംഗീകരിച്ച് വാദപ്രതിവാദം നടത്തിയതല്ലേ. എന്താ അതിനൊന്നാണ്ട് എസ് പറഞ്ഞാല് ഇപ്പൊ അതിലേക്ക് ഇതുവരെ നമ്മൾ പിന്നെ രണ്ടു കൂട്ടർ എഴുതിയ മുദ്ദ ഉണ്ടല്ലോ, ആ മുദ്ദ, ആ വാദം, രണ്ടു കൂട്ടരുടെയും വാദം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞാൽ ഒരു ഏറ്റുമുട്ടൽ വരും പറഞ്ഞപ്പോ അപ്പൊ അതിനും പറ്റൂല, അതിലേക്കൊരു നിരുവാധികം കയറ്റുക. നിങ്ങൾക്ക് ഈ വാദപ്രതിവാദത്തിന് എങ്ങനെയെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അമ്പലക്കടവിനെ സംബന്ധിച്ച് ഏപ്പിക്കാര് മുജാഹിദായി അദ്ദേഹം സ്ത്രീ ജുമാ ജമാഅത്തിനെ പറ്റി ചില വാക്കുകൾ പറഞ്ഞപ്പോ അല്ല ഞങ്ങളും കടുത്ത സുന്യാൾ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങളോടൊരു മൽപ്പിടുത്തം നടത്തിയാൽ ആ കേട് തീരും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ ചർച്ച ഈ രൂപത്തിൽ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ് നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും നേരം മണിക്കൂറോളം നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ അതിനിപ്പോ സംബന്ധിച്ച് അവസാനം പറഞ്ഞാൽ നിങ്ങളത് ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങളത് നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്കെന്താ ഈ ചർച്ച വാഗ്ദാനം നടത്തിയല്ലേ. അപ്പൊ നിങ്ങൾ അതിലേക്ക് ഒരു നിരുപാധികം കൂട്ടി. നിരുപാധികം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, പുരുഷനാണെങ്കിലും പള്ളിയിലേക്ക് വരുമ്പോ ചിലപ്പോ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാൾ ഭീകരവാദിയാണ്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെങ്കിൽ അവനെ തടയേണ്ടി വരൂലേ. അപ്പൊ ആജാതി മസാല ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ മുന്നിൽ വെച്ച ഒരു മുദ്ദ ഉണ്ടല്ലോ, ആ മുദ്ദയിൽ വാദപ്രതിവാദം നടത്താൻ നിങ്ങളുണ്ടോ? അതിലേക്ക് ഒരു അറഫും കൂട്ടും വേണ്ട, അതിലൊന്നും കുറക്കും വേണ്ട. വാദപ്രതിവാദം നടത്താൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ റെഡി ആയിക്കോളിയും. അത് നല്ലൊരു കാര്യമാണ്. ഏപ്പിക്കാര് നിങ്ങളുടെ പേരിൽ പറയുന്ന ആരോപണങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി, ഈ എഴുതിയത് നിങ്ങൾ അംഗീകരിക്കോ? പിന്നെ അതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിശദീകരിക്കണം. എന്തിനു വിശദീകരിക്കണം? ഇപ്പോഴാണല്ലോ നിങ്ങൾ വിശദീകരണം എന്ന് പറഞ്ഞത്. നേരത്തെ ഞങ്ങൾക്ക് അതിന്റെ വിശദീകരണം ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു മണിക്കൂറോളം ചർച്ച ചെയ്തപ്പോൾ ഒന്നും നിങ്ങൾ വിശദീകരണം ചോദിച്ചില്ല. നിങ്ങൾക്ക് ആ വിശദീകരണം അപ്പ ചോദിച്ചുകൂടായിരുന്നോ? എന്തേ നിങ്ങൾ അപ്പ ചോദിക്കായിരുന്നു? ഇതെങ്ങനെയെങ്കിലും മുടങ്ങും കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടായിരുന്നു. അവസാനം അബൂ ഇസ്ലാം നീ ഒന്നും വേണ്ട, നിങ്ങളത് ഞങ്ങൾ സ്വീകരിക്കൂല, ഞങ്ങളത് നിങ്ങൾ സ്വീകരിക്കൂല എന്നെങ്കിലും പറയല്ലേ. എന്നാലും പറ്റൂല. ഇപ്പൊ ഞങ്ങൾക്ക് വളരെ കൃത്യമാണ് ഇത് നടക്കരുത് എന്ന് നിങ്ങൾക്ക് ശരിക്കും ഉറപ്പുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ ഇതുമോ തെറ്റാണെങ്കിൽ EK അസംബൂലിയരും EK അബൂഖുറൂലിയരും അതുപോലുള്ള ആളുകൾ കുണ്ടുതോട് വാപ്രയാത്തിന് വെച്ച വ്യവസ്ഥ വെച്ചോളി. അബൂ ഇസ്ലാം മൈക്കിലേക്ക് ഒന്നുമില്ലേ? മൈക്കരാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോ ഇത്രയും നേരം നമ്മൾ രണ്ടു കൂട്ടരും സംസാരങ്ങൾ നടന്നു, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ആ ഒരു രീതിയിൽ ചോദിച്ചത്. ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം, വാദപ്രതിവാദം നടക്കണം. വീണ്ടും അതിന്മേ തന്നെ ഹാങ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് യാതൊരു ഒന്നുമില്ല. എന്തായിരുന്നാലും ചർച്ചകൾ കേട്ടിട്ടുള്ള ആളുണ്ട്. ഇനി നമ്മൾക്ക് ഇനിയും കൊണ്ടുപോകാൻ റെഡിയല്ല, ഇത് കഴിയാണ്. നമ്മൾ സമയം കഴിഞ്ഞിരിക്കുന്നു. ഏറെക്കുറെ അരമണിക്കൂർ വീണ്ടും കഴിഞ്ഞു. ഇതൊരു കൺക്ലൂഷന് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശത്തിന്മേലും നിൽക്കണില്ല, പിന്നെ അതിന്റെ തുടർ ചർച്ചയായിട്ട് പോവുകയാണ്. അപ്പൊ തൽക്കാലം ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെയും എത്തുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ മൈക്കെടുത്തിട്ട് ഞാൻ സൽമാൻ അസേരിക്ക് PM ചെയ്തിരുന്നു. നിങ്ങൾ മൈക്കെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം മൈക്കെടുത്ത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മൈക്കെടുത്തത്. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുക, എന്നിട്ട് നമ്മൾക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയില്ല. അല്ലാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പിന്നെ സമയം കളഞ്ഞുകൊണ്ട് കാര്യമില്ല. സൽമാൻ അസേരി മൈക്കിലേക്ക് വരാം. സൽമാൻ അസേരി എടുക്കുന്നതാണെന്നില്ലല്ലോ. ഏതായാലും ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വാദത്തിന്റെ നേരെ എതിര് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞത് സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിനെ തൊട്ട് തടയുന്നത് ഹറാമാകുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പള്ളിയിൽ പോകുന്നത് തടയുന്നത് ഹറാമാകുന്നു എന്നതിന്റെ എതിര് അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എതിര് വന്നാൽ വിഷയം അവസാനിച്ചു, അതിന്റെ നേരെ എതിരായി മാറി. അതുകൊണ്ട് അങ്ങനെ പള്ളിയിൽ പോകുന്നതിനെ തൊട്ട് തടയുന്നത് നിരുപാധികം ഹറാമല്ല. ഇതാണ് ഞങ്ങൾക്ക് അവിടെ പറയാനുള്ളത്. നിങ്ങളുടെ വാദത്തിന്റെ എതിരല്ലേ അത്? അത് നിങ്ങളുടെ വാദത്തോട് ചോദിച്ചതാ. അത് നിങ്ങളുടെ വാദത്തിന് നേരെ എതിരാണല്ലോ. നിങ്ങളുടെ വാദം
നിങ്ങൾ നിരുപാധികമായി പറഞ്ഞു പള്ളിയിൽ പോകുന്നത് തടയുന്നത് ഹറാമാകുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. നിരുപാധികം ഹറാമല്ല. ഇതോടുകൂടെ നമ്മുടെ വാദം വളരെ ക്ലിയറായി വിശദമായി. ഈ വാദത്തിൽ നിന്ന് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും അത് ഇത് എന്നൊക്കെ പറഞ്ഞു പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊക്കെ നമുക്ക് പ്രതിവാദത്തിൽ വിശദമായി ചർച്ച ചെയ്യാം. ഒരു ഹറാം എവിടെ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞു തരാം. കറാഹത്ത് എവിടെ പറഞ്ഞു അതൊക്കെ വിശദമായി നമുക്ക് വാദപ്രതിവാദത്തിൽ ചർച്ച ചെയ്യാം. ഒരു വാദത്തിൽ നിന്നും ഒരു പണ്ഡിതനിൽ നിന്നും ഞങ്ങളുടെ നേതാക്കളുടെ അഭിപ്രായത്തിൽ നിന്നും ഞങ്ങൾ മാറിയിട്ടില്ല. അടിസ്ഥാനപരമായി ഞങ്ങൾ എല്ലാ വിഷയത്തിലും ആയത്തുകളും ഹദീസുകളും അയിമ്മത്തിന്റെ അഭിപ്രായങ്ങളും ഒക്കെ യോജിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ വാദപ്രതിവാദം നടക്കുകയാണെങ്കിൽ അവിടെ വെച്ച് അത് ശരിക്ക് ബോധ്യപ്പെടും എന്നതുകൊണ്ട് ഇനിയും നിങ്ങൾ ഊരാൻ ശ്രമിക്കരുത്. ഈ വാദത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ അടുത്ത് എന്തൊക്കെയാണ് പ്രമാണങ്ങൾ, ഏതാണ് ഡേറ്റ് എന്നുകൂടെ നിശ്ചയിച്ചാൽ ബാക്കി സാങ്കേതിക വിഷയങ്ങൾ നിങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട മറ്റാളുകൾ കൂടി ചർച്ച ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ രണ്ട് വിഷയങ്ങളാണ് അടുത്ത് ചർച്ച ചെയ്യേണ്ടത്. അതായത് എന്നാണ് ഡേറ്റ് എന്നും അതോടൊപ്പം എന്തായിരിക്കും പ്രമാണങ്ങൾ എന്നും. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? അതല്ല നിങ്ങളുടെ ആ നിരുപാധികമായി നിങ്ങൾ തടയൽ ഹറാമാകുന്നു എന്ന് ഏതെങ്കിലും ചില സമയത്ത് ഹറാമാണെന്നല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ഹറാമാണെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഹറാമാണെന്ന് പറഞ്ഞ് ശരിയല്ല. ഇതന്നെയല്ലേ ഞങ്ങൾ പറയുന്നത്. നിരുപാധികം ഹറാമല്ല. ഇത് ഞങ്ങൾ പറഞ്ഞു. വളരെ ക്ലിയർ ആണ് ആ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ വാദത്തിന്റെ എതിര് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് നടക്കുന്നു പോകുമോ എന്ന ഭയപ്പാട് കൊണ്ട് അസമീലർ പറഞ്ഞത് അതേപോലെ നിങ്ങൾ പറയണം. അതൊക്കെ ഞങ്ങൾ പറയും. അതൊക്കെ ഞങ്ങൾ വാദം അതും എല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഞങ്ങൾ വാദം ഇവിടെ അവതരിപ്പിച്ചു. അതിവിടെ അബൂ ഹസൻ അംഗീകരിക്കുകയും ചെയ്തു. അബൂ ഹസൻ അംഗീകരിച്ചതിൽ നിന്ന് ഇനി പിന്മാറുന്നുണ്ടോ, അതല്ല ഈ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഇനി എന്തൊക്കെയാണ് പ്രമാണങ്ങൾ എന്നും എന്നാണ് ഡേറ്റ് എന്നും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം പിരിയാം. അടുത്തൊരു ദിവസം തന്നെ ബാക്കിയുള്ള ആളുകൾ കൂടിയിരുന്നിട്ട് അതിന്റെ അത്യാവശ്യമുള്ള ആളുകൾ കൂടിയാൽ മതിയാവുന്ന എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമയത്ര, ചോദ്യത്തിന്റെ സമയത്ര, ഉത്തരത്തിന്റെ സമയത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാങ്കേതിക വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഇതുപോലെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ ഇനി ഇപ്പൊ തന്നെ തൗഹീദിനെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിന് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിന് ഉടനെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വെറുതെ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാതിരിക്കലാണ് എല്ലാവർക്കും നല്ലത് എന്ന് ഉണർത്തി ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. അപ്പൊ അതേപോലെ തന്നെ അവര് നിരുപാധികമായിട്ട് ഹറാമില്ല എന്ന് പറഞ്ഞപ്പോ നിരുപാധികമായിട്ട് ഹറാമാണ് എന്നാണ് അവർ പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ചില സന്ദർഭത്തിൽ നല്ലല്ലോ. അപ്പൊ അത് അങ്ങനെ നിരുപാധികം ഹറാമില്ല എന്ന് നമ്മൾ പ്രതിവാദം എഴുതി കഴിഞ്ഞു. ഇനി നമ്മുടെ വാദത്തിന്റെ പ്രതിവാദം അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ചയാവാൻ ഇപ്പൊ തന്നെ ആവാം. അപ്പൊ നമ്മുടെ വാദത്തിന്റെ പ്രതിവാദം അത് എന്താണ് എന്ന് അവരൊന്ന് വ്യക്തമായിട്ട് എഴുതി തരട്ടെ, അല്ലെങ്കിൽ പറയട്ടെ, ടെസ്റ്റ് അടിക്കട്ടെ, അവർ വിശദീകരിക്കട്ടെ. പിന്നെ നിരുപാധികം ഹറാമില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നുള്ളത് പുരുഷന്റെ കാര്യമാണ്. അബൂ ഉവൈസ്, പുരുഷൻ ഇവിടെ ചർച്ചയല്ലല്ലോ. അബൂ ഉവൈസ്, പുരുഷൻ പള്ളിയിലേക്ക് ഭീകരവാദിയായിട്ട് വരുമ്പോ തടയണോ തടയണ്ടേ എന്നുള്ള ചർച്ചയാണ് അപ്പോൾ നടത്തുന്നത്. സ്ത്രീ പള്ളിയിൽ പോകുന്നത് തടയുന്നത് ഹറാമില്ല, നിങ്ങൾ നിരുപാധികമായിട്ടാണ് ഇത് പറയുന്നത് അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അപ്പൊ അങ്ങനെ നിരുപാധികം ഹറാമില്ല എന്ന് ഞങ്ങളുടെ വാദം അതാണ്, ഞങ്ങളുടെ മസ്അല അതാണ്. പിന്നെ ഞങ്ങളുടെ മസ്അല അല്ലാത്ത നിങ്ങൾ വാദിക്കണം. അപ്പൊ നിങ്ങളുടെ വാദത്തിന്റെ കൃത്യമായ പ്രതിവാദം ഞങ്ങൾ എഴുതി തന്നു. ഞങ്ങളുടെ വാദത്തിന്റെ കൃത്യമായ പ്രതിവാദം എന്താണെന്ന് നിങ്ങൾ ധൈര്യപൂർവ്വം പറയുക. അത് രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം നിങ്ങൾ അംഗീകരിക്കാത്ത ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം ഞങ്ങൾ എഴുതി തന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും നന്നായിട്ടുണ്ട്. നിങ്ങളുടെ വാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ വയ്യപ്പോ ഇപ്പൊ അതിലേക്ക് ഞങ്ങൾ എഴുതി, ഞങ്ങൾ മൊത്തത്തിൽ ഹറാമാണെന്ന് പറഞ്ഞു, നിരുപാധികം ഹറാമാണെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ എഴുതാത്തൊരു വാദം നിങ്ങൾ ഞങ്ങളുടെ പേര് പറയാ, എന്നിട്ട് നമ്മളിത് അംഗീകരിച്ചു അല്ലേ? ആ ജാതി മസാല ഒന്നും വേണ്ട. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം മണിക്കൂറോളം ചർച്ച ചെയ്തപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു മുദ്ദ വെച്ചില്ലേ? ആ മുദ്ദയെ ആയിരുന്നില്ല ഇവിടെ എഴുതി വെച്ചിരുന്നത്. ആ മുദ്ദയിൽ നിരുപാധികനുണ്ടോ? ആ മുദ്ദയിൽ മൊത്തത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങളിപ്പോ അതിൽ മൊത്തത്തിലും അതുപോലെ നിരുപാധികമൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് കൂട്ടി വാദം നടക്കാൻ താല്പര്യമുള്ളത്. നിങ്ങൾക്ക് വാദപ്രതിവാദത്തിൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത ഞങ്ങളുടെ വാദം നിങ്ങളും അംഗീകരിക്കില്ല, നിങ്ങളുടെ വാദം ഞങ്ങളും അംഗീകരിക്കില്ല, അങ്ങനെ പറയല്ലേ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ നിരുപാധികവും മൊത്തത്തിലും കൊണ്ടുവന്ന് കൂട്ടുകയാണ് ഞങ്ങൾക്ക്. എന്നിട്ട് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുരുഷന്മാരെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? നിരുപാധി എന്ന വിഷയത്തിന്റെ ചർച്ചയിലേക്ക് വരുമ്പോ പലരെയും തടയേണ്ട രംഗങ്ങൾ വരും.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ പോകാൻ പറ്റാത്ത രംഗങ്ങളാണെങ്കിൽ തടയേണ്ടി വരും. അതിലൊന്നും ആർക്കും തർക്കമല്ല. തർക്കമില്ലാത്ത വിഷയം കൊണ്ടുവന്ന് ഇവിടെ വിഷയമാക്കുന്നത് എന്തിനാ? ഈ വാൾപ്രയാണം നടക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ലേ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞൊരു വിഷയം നമ്മൾ മുന്നിൽ വെച്ച്, ഒരു മുദ്ദ നമ്മൾ മുന്നിൽ വെച്ചില്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ എഴുതി തന്ന മുദ്ദയിൽ നിരുപാധികം ഉണ്ടോ? കളവല്ലേ നിങ്ങൾ ഞങ്ങളെ പേരിൽ ഇത് പറഞ്ഞത്? നിരുപാധികം ഞങ്ങൾ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. മൊത്തത്തിൽ കൂടി നിങ്ങൾ കൂട്ടി പറഞ്ഞു. ഞങ്ങൾ അതും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ഇത് നിനക്കരുത്? ഇത്രയും നേരം എഴുതിയത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വെച്ച ഈ വിഷയം അംഗീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വാദപ്രയാസത്തിന് ഡേറ്റ് കാണാം. ഇനി അതൊന്നും അല്ലെങ്കിൽ കുണ്ടറോട് വാദപ്രതിവാദ വ്യവസ്ഥ അസമുസ്ലിയായിട്ടല്ലേ അവര് പറഞ്ഞെങ്കിൽ തള്ളാത്ത ആൾക്കാരാണല്ലോ. കുണ്ടറോട് വാദപ്രതിവാദ വ്യവസ്ഥ ആയിക്കോട്ടെ, ആ വ്യവസ്ഥ വെച്ചിട്ട് നമുക്കത് നടത്താം. നമ്മുടെ കാരണന്മാരല്ലേ, അവന് അതാക്കാം. അതല്ല എങ്കിൽ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ എഴുതി തന്ന് മണിക്കൂറുകളോളം ചർച്ച നടത്തിയപ്പോ അപ്പോൾ ഒന്നും നിങ്ങൾ നിരുപാധികം പറഞ്ഞില്ല. എന്തേ നിരുപാധികം പറയാതെ പോയത്? കുറച്ച് കഴിയുമ്പോ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയതാൽ പൊയ്ക്കോളും കണ്ടു. അവസാനം ഇത് നടക്കണം എന്നുള്ള നിലക്ക് അബൂസാ പറഞ്ഞു, നിങ്ങളത് ഞങ്ങളും സ്വീകരിക്കൂല, ഞങ്ങളത് നിങ്ങൾ സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞോടുകൂടെ. അപ്പൊ നിങ്ങൾ അതിലേക്ക് ഒരു മൊത്തത്തിലും ഒരു നിരുപാധികം കൊണ്ടുവന്ന് കേറ്റിങ്ങൾ, എന്നിട്ട് നിങ്ങൾ പറയാം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്? ഇത്രയും നേരം സംസാരിച്ച് സ്വീകരിക്കുക, അതല്ലെങ്കിൽ കൊണ്ടുകൊണ്ട് വാദപ്രയാസ വ്യവസ്ഥയാക്കുക. എന്താണെങ്കിൽ ടൈം ഓവർ ആയിട്ടുണ്ടോ? ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. ഹലോ, ഇത്രയും നേരം സംസാരിക്കുക, എത്ര 4 മിനിറ്റ് വെറുതെ എന്തിനാ അബൂവൈസെ കളഞ്ഞത്? 4 മിനിറ്റ് വെറുതെ കളഞ്ഞു പോയല്ലോ. ഇവിടെ ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം എന്താണ് നിങ്ങൾ മിണ്ടാത്തത്? ഞങ്ങളുടെ വാദം എന്താണ്? സ്ത്രീകൾക്ക് വീടുകളിൽ നിസ്കരിക്കാനാണ് ഉത്തമം, നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. അതിന്റെ പ്രതിവാദം നിങ്ങളൊന്ന് പറയൂ. അതിന്റെ പ്രതിവാദം നിങ്ങളൊന്ന് പറയണം. പിന്നെ നിങ്ങളുടെ വാദത്തിന് നിരുപാധികം എന്ന് എഴുതിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വാദം നിങ്ങൾ നിരുപാധികമായിട്ട് ഒരു പ്രത്യേക നിബന്ധനകളൊന്നും വെക്കാതെ പറഞ്ഞതാണ്. അപ്പൊ ആ നിലക്കാണ് നിരുപാധികം ഹറാമില്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം. അതിന് നിങ്ങൾ ഗണ്ണിച്ച എന്താ? പുരുഷൻ ഭീകരവാദിയായിട്ട് പള്ളിയിൽ വന്നാൽ തടയേണ്ടേ? എന്നിട്ടിപ്പോ ഞാൻ പുരുഷൻ ഭീകരവാദിയായിട്ട് പറഞ്ഞത് പിന്നെ സ്ത്രീകളെ ചില ഘട്ടത്തിലൊക്കെ തടയേണ്ടി വരും. എന്തേ അബൂവൈസെ പുരുഷൻ ഭീകരവാദിയായിട്ട് വന്നാൽ തടയേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞത്? സ്ത്രീകളെ പലപ്പോഴും തടയേണ്ടി വരും എന്നൊക്കെ ഉണ്ട്. എന്തേ ഭീകരവാദിയായ പുരുഷനിൽ നിന്ന് പെട്ടെന്ന് സ്ത്രീകളിലേക്കാണ് ചാടേണ്ടി വന്നത്? നിങ്ങൾ എഴുതി തന്ന വിഷയത്തിന്റെ ഒന്നാമത്തെ വാക്ക് തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് എന്നാ. സ്ത്രീകൾ പള്ളിയിൽ പോയി ആരാധിക്കുന്നത് തടയാൻ പാടില്ല. ഇവിടെ എന്ത് ഭീകരവാദിയായ പുരുഷനാ? നിങ്ങൾ ഒന്നാമത്തെ നിങ്ങളുടെ സംസാരത്തിൽ വന്ന ആ വിഡ്ഢിത്തരം നമ്മൾ തിരുത്തി തന്നു. എന്താണ്? പള്ളിയിൽ പോയിട്ടല്ലേ പുണ്യം നോക്കേണ്ടതുള്ളൂ. അത് നമ്മൾ അപ്പൊ തന്നെ തിരുത്തി, പുണ്യം കണ്ടിട്ടേ പള്ളിയിൽ പോകേണ്ടതുള്ളൂ. പിന്നെ അതിനെ പറ്റി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ലൊരു അവസരമായിട്ട് അബൂവൈസിന്റെ ആ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ, അപ്പൊ അബൂവൈസ് പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് തിരുത്താൻ സാധിച്ചു, അൽഹംദുലില്ലാ. അപ്പൊ അതല്ല നമ്മൾ ഇവിടുത്തെ വിഷയം. ഞങ്ങൾ നിങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം ഞങ്ങളുടെ ദഅവയാണ്, ഞങ്ങളുടെ വാദമാണ്, ഞങ്ങളുടെ അഭിപ്രായമാണ്. നിരുപാധികം ഹറാമില്ല. ഞങ്ങൾ അവിടെ നിരുപാധികം എന്ന് കൂട്ടിക്കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ്? ഞങ്ങളുടെ വാദമല്ലത്, ഞങ്ങളുടെ ഒറിജിനൽ വാദമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാദം ഞങ്ങൾ നിലനിർത്തുക. അപ്പൊ എന്തായി? നിങ്ങളുടെ വാദത്തിന്റെ ഞങ്ങളുടെ പ്രതിവാദം അവിടെ സമർപ്പിക്കലായി. ഇനി ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം എന്താ? നിങ്ങളുടെ ഈ 4 മിനിറ്റിൽപ്പെട്ട ഒരു 1/2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അത് കാത്തിരിക്കല്ലേ നമ്മളെല്ലാവരും. അപ്പൊ എന്താണ് നിങ്ങളത് പറയാത്തത്? അപ്പൊ അത് രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻഷാ അല്ലാഹ് വാദപ്രതിവാദത്തിൽ വെക്കാം. അങ്ങനെ നമുക്ക് പിന്നെ ഏത് ദിവസത്തിലും നമുക്ക് നല്ലൊരു സംവാദം തന്നെ ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ സംവാദം നമുക്ക് നടത്താം എന്നുള്ള ആ ഒരു നല്ല ഒരു പോയിന്റിലേക്ക് ഇത് ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ആളുകൾ ഇത് അറിയുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് പാവപ്പെട്ട നമ്മുടെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ പുണ്യമുണ്ടോ? അവര് പുണ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ പള്ളിയിൽ പോയിരുന്നില്ല. കേരളത്തിൽ മലയാളികളായ ആരും പോയിട്ടില്ല. അതുകൊണ്ട് അവരെ തടയുന്ന ഒരു പ്രശ്നം, അവര് കൂലം കുത്തികളായിട്ട് പള്ളിയിലേക്ക് വന്നപ്പോൾ അവരെ ആരെങ്കിലും തടഞ്ഞോ എന്നുള്ളൊരു ചർച്ച ഇവിടെ ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഞങ്ങളുടെ വാദത്തിന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോ അപ്പൊ അതിന്റെ നിങ്ങളുടെ പ്രതിവാദം എന്താണ്? അത് നിങ്ങളൊന്ന് എഴുതി തന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം ഞങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾ എഴുതിയ ഒരു നിരുപാധികം എന്നുള്ള വാക്കിനെ കുറിച്ച് 4 മിനിറ്റാണ് സംസാരിക്കുക. എന്നിട്ട് ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം നിങ്ങൾ പറയാതിരിക്കുക. അതെന്ത് പരിപാടിയാണ്? ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം നിങ്ങൾ പറയലോട് കൂടെ ഞങ്ങൾ എഴുതി തന്ന പ്രതിവാദത്തെ നിങ്ങൾ നിരൂപണം ചെയ്യുകയാണെങ്കിൽ അതൊരു ന്യായം ഉണ്ടെന്ന് പറയാം. തികച്ചും അന്യായമായ രൂപത്തിലുള്ള ഈ പോക്ക് എന്തിനാണ്? നമുക്ക് വാദപ്രതിവാദം നടക്കണ്ടേ? നമുക്ക് ഈ വിഷയത്തെ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കണ്ടേ? അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? റസൂലുള്ള ലോകത്തോട് പഠിപ്പിച്ച ആശയങ്ങൾ നമ്മൾ പറയണ്ടേ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്, അതിനുവേണ്ടി ക്ഷണിക്കുന്നു.
ഇപ്പോൾ സുന്നികളെ വാദവും മുജാഹിദീങ്ങളെ വാദവും, മുജാഹിദിന്റെ വാദത്തിന് സുന്നികളുടെ പ്രതിവാദവുമായി. ഇനി സുന്നികളുടെ വാദത്തിനുള്ള മുജാഹിദിന്റെ പ്രതിവാദം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് അതിന് മാത്രം വേണ്ടി വെറുതെ സമയം കളയണ്ട. അതുകൂടി ഉണ്ടായാൽ പെട്ടെന്ന് ഇതിവിടെ തീരുമാനിച്ച് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. വാദപ്രതിവാദത്തിൽ രണ്ട് വിഭാഗത്തിന്റെയും വാദമാണ് ഇതിൽ. ആ വാദം ഇവിടെ എഴുതി, ഇത് സ്വീകരിക്കാൻ പറ്റും. അത് പിന്നെ പ്രതിവാദം എത്രേ, വാദത്തിൽ ഒരു പ്രതിവാദം കൂടി ഉണ്ടാകും. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ പ്രായം തോന്നി പറഞ്ഞിരിക്കാന്നല്ലാതെ ഒരു പ്രതിവാദം എഴുതിയിട്ടുണ്ടോ നിങ്ങളിപ്പോ? അതല്ലെങ്കിൽ ഇത് വാദപ്രയോഗം നടത്തിയിട്ടില്ലേ? നടത്തുന്നവരത്ത് പോയി വ്യവസ്ഥക്കൊന്നും ഇരുന്നിട്ടില്ല ഇന്നുവരെ. ഒരു വാദം ഒരാൾ എഴുതി, ആ വാദത്തിൽ ഞങ്ങളെ പ്രതിവാദം ഇതാണ് എവിടെ എഴുതിയിട്ടുണ്ടോ? എന്നിട്ട് ഓരോരുത്തർ ഓരോരുടെ ഭാഷ പ്രയോഗിക്കുന്നു. അങ്ങനെയുണ്ട് ഒരു വാദപ്രതിവാദം. എന്നിട്ട് ഞങ്ങളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ പ്രതിവാദം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വാദപ്രതിവാദത്തിൽ പറയും ഞങ്ങളന്ന് അവിടെ പറഞ്ഞിരുന്നു. എന്താ നിങ്ങൾ ഇന്നുവരെ വാദപ്രതിവാദത്തിന് എടുത്തിട്ടില്ല പൊന്നു ഹബീബുകളെ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും, ഇത്രയും നേരം 1 മണിക്കൂർ നേരം സംസാരിച്ചപ്പോ അപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ വാദത്തിന്റെ പ്രതിവാദം ഓർമ്മ നീന്നില്ലല്ലോ അല്ലേ? വാദത്തിന്റെ പ്രതിവാദം നിങ്ങൾക്ക് അപ്പോഴൊന്നും ഓർമ്മ നീന്തല്ലോ. ഇത് നടക്കണം എന്നുള്ളടത്ത് നിങ്ങളുടെ കഴുത്തിലേക്ക് ചെങ്ങലം ഇട്ടപ്പോ നിങ്ങൾക്ക് പ്രതിവാദം ഓർമ്മ വന്നു. 1 മണിക്കൂറും ചില്ലറയും നടന്നല്ലോ. അപ്പൊ ഒന്നെന്താ എനിക്ക് പ്രതിവാദം ഓർമ്മ വരായിരുന്നു? ഏതെങ്കിലും വാദപ്രയോഗത്തിൽ പ്രതിവാദം എന്നൊരു പരിപാടി നടക്കലുണ്ടാവും. അതുകൊണ്ട് ഇത്രയും നേരം 1 മണിക്കൂറും ചില്ലറയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ വാദം എഴുതി തന്നിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ചോദിക്കുമ്പോ ഇപ്പൊ ലാസ്റ്റ് പറയാൻ അതിൽ കുറച്ച് കൂട്ടണം, എന്നിട്ട് അതിൽ കുറച്ച് പ്രതിവാദം ഉണ്ടാകും. ഞങ്ങൾ പ്രതിവാദം പറഞ്ഞു, നിങ്ങളും പ്രതിവാദം പറയാം. അസംമൂല്യയുടെ വാദപ്രതിവാദം, അതുപോലെ കഴിഞ്ഞുപോയ ആളുകളുടെ മുഴുവൻ വാദപ്രതിവാദം അന്വേഷിച്ച് നോക്കി അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണല്ലോ വാദം എഴുതും. ഇവിടെ അത്രയും നേരം ചർച്ച ചെയ്ത് ഈ വാദം നിങ്ങൾക്ക് സ്വീകാര്യമില്ല, അസംമൂല്യയുടെ വ്യവസ്ഥ എടുക്കും. കുണ്ടുറോഡ് വ്യവസ്ഥ പ്രകാരം ഞങ്ങൾ വാദപ്രയോഗത്തിന് തയ്യാറാണ്. അതല്ലെങ്കിൽ ഇത്രയും നേരം 1 മണിക്കൂർ വരെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പിന്നെ അവസാനം ഇതാണ് സ്വീകരിക്കല്ലേ പറഞ്ഞപ്പോൾ ഒരു പ്രതിവാദമായിട്ട് ഇറങ്ങിയിരിക്കുക. അവർ സമയത്തിലേക്ക് വന്നുള്ളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഇത്രയും നേരം നമ്മൾ ഇവിടെ ഇരിക്കുകയുണ്ടായി. നമ്മൾ നിശ്ചയിച്ച സമയം എന്ന് പറയുന്നത് 12:30 മണിക്ക് അവസാനിപ്പിക്കാമെന്നായിരുന്നു. ശരിക്കും ആദ്യം നിശ്ചയിച്ചത് 12 മണി എന്നായിരുന്നു ഈ സമയം. ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് 1.25 മണിക്കൂർ കൂടിയിട്ടുണ്ട്. അപ്പോ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകണമെന്ന് ആർക്കും വലിയ താല്പര്യമില്ല. കാരണം ഏതായാലും ഇത് നടന്നോട്ടെ എന്നുള്ള നിലക്കാണ് നിങ്ങളെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അപ്പൊ പിന്നെ അതിന്റെ ഇടയിലും ഒരു ഏടാങ്കുള്ളി ഇട്ടിട്ട് പോവുകയാണ്. അപ്പൊ എന്തായിരുന്നാലും ഈ ചർച്ച കേട്ടിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ കുറെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ച നടത്തണമെന്ന് ഉണ്ടെങ്കിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ ആ വിഷയം ഞങ്ങളിവിടെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങളുടെ വാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ അടിയാറ്റികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളികളിൽ പോയി ആരാധനകളിൽ പങ്കെടുക്കുന്നത് തടയാൻ പാടില്ല. അങ്ങനെ ആ അള്ളാഹുവിനെ ആരാധിക്കുവാൻ പോകുന്ന സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയുന്നത് ഹറാമായ കാര്യമാണ് എന്നുള്ള ഞങ്ങളുടെ വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? മറ്റ് നിർവാദികം സ്വാഭാവികം മറ്റു കാര്യങ്ങളൊക്കെ സംവാദത്തിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ വാദത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയും അതിന്റെ മറ്റ് വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് വാദപ്രതിവാദത്തിന്റെ സമയത്ത് ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കൺക്ലൂഷനിൽ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മൈക്ക് എടുക്കുന്നതല്ല, നിങ്ങൾക്ക് സംസാരിച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് തയ്യാറുണ്ടോ ഇല്ലേ? തയ്യാറുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അതാണ് പറയാനുള്ളത്. ഞങ്ങളുടെ വാദവും വളരെ കൃത്യമായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് വല്ലതും പറയാനുണ്ടെങ്കിൽ സംവാദത്തിന് നമ്മൾ തയ്യാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് നല്ല ഉഷാറായി. ഏകപക്ഷീയമായിട്ട് അങ്ങനെ തീരുമാനിച്ചു പോകാൻ പാടില്ലല്ലോ. സംഗതി സമയം കഴിഞ്ഞിട്ട് കുറെ സമയമല്ലോ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഏകപക്ഷീയമായിട്ടാണ് പറയല.
ഇത് നമ്മൾ വളരെ കൃത്യമായി എല്ലാ കാര്യം വാദം ഉണ്ടാവും, വാദപ്രതിവാദത്തിൽ വാദത്തിന് പ്രതിവാദം ഉണ്ടാവില്ല. നീ എന്താ ആ അബൂ ഉവൈസ് എന്ന് പറയുന്ന ഉസ്താദ് മൗലവി പറയുന്നത്? വാദം പ്രതിവാദം കൂടിയതല്ലേ വാദപ്രതിവാദം? ഞങ്ങളുടെ വാദം രണ്ടും രണ്ട് തരത്തിലാ വന്നത്, നിങ്ങളുടേതും നമ്മുടേതും. അപ്പോ രണ്ടിന്റെയും പ്രതിവാദം അപ്പുറത്ത് വേണമല്ലോ. ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ആ വിഷയത്തിൽ പറയുന്നത്? അത് അപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, അത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഞങ്ങൾ ആ വിഷയത്തിൽ പറയുന്നത്? അതും ഞങ്ങൾ പറഞ്ഞു. അത് നിങ്ങളുടെ വാദത്തിന്റെ നേരെ എതിരാണ്. നിങ്ങൾ നിരുപാധികം എന്ന് പറഞ്ഞു എന്നല്ല ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിരുപാധികമായിട്ടാണ് പറഞ്ഞത് എന്നാ പറഞ്ഞത്. സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിന് തൊട്ട് തടയൽ ഹറാമാകുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. വെറുതെ ഇല്ലാത്ത കളവും പറഞ്ഞു. ആ ഹറാമാകുന്നു എന്നത് ശരിയല്ല. അത് അങ്ങനെ നിങ്ങളാ പറഞ്ഞ മൊത്തത്തിൽ ആ പറഞ്ഞതുണ്ടല്ലോ, ഒരു കൈതും ഒരു നിബന്ധനയും ഇല്ലാതെ ഹറാമാകുന്നു എന്നാ പറഞ്ഞത് ശരിയല്ല. നിരുപാധികം ഹറാമാണെന്ന് പറയാൻ പറ്റില്ല എന്നത് നിങ്ങൾ ആ ഹറാമാണ് എന്ന് പറഞ്ഞ നേരെ എതിരാണ്. യാതൊരു സംശയമില്ല, ഏതൊരു കേൾക്കുന്ന ആൾക്കത് മനസ്സിലാക്കാനും കഴിയും. ഞങ്ങൾ നിങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞു. ഇതാണ് വാദപ്രതിവാദത്തിൽ ഉണ്ടാകേണ്ടത്. രണ്ടും രണ്ട് വാദമായതുകൊണ്ടാണ്. ഒരൊറ്റ വാദമാണെങ്കിൽ ആ ഒറ്റ വാദത്തിന്റെ പ്രതിവാദം മാത്രം പറഞ്ഞാൽ മതി. രണ്ട് ശൈലിയിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ വാദത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു. എങ്കിൽ അതിന്റെ പ്രതിവാദം എന്ത് എന്ന് നിങ്ങൾ പറയാൻ ഇപ്പോഴും തയ്യാറാവുന്നില്ല. നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു, അതിന്റെ പ്രതിവാദം എന്ത് എന്നും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇല്ല എന്ന് ഇപ്പൊ നേരത്തെ ആരോ പറയുന്നത് കേട്ടു, അതും ആളുകൾ കേട്ടതാണ്. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ നിങ്ങളുടെ വാദത്തിന്റെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, മറിച്ച് അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞതു. ആ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിന്റെ എതിരാണെന്ന് ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ ക്ലിയർ ആണ്. ഈ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല പൊന്നു സഹോദരങ്ങളെ, കഴിഞ്ഞ കാല വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വാദം എഴുതുക എന്നല്ല അതൊരു പ്രതിവാദം എന്ന് പറഞ്ഞൊരു സാധനത്തിൽ വരല്? വാദവും പ്രതിവാദവും ഉണ്ടാകുമ്പോൾ ഒരു കക്ഷി ഒരു കാര്യം വാദിക്കുന്നു, അപ്പുറത്തുള്ള കക്ഷി അതിന് എതിര് വാദിക്കുന്നു. ഇതാണ് വാദപ്രതിവാദമല്ലോ. അപ്പൊ നമ്മളിവിടെ ഒരു വ്യവസ്ഥ എഴുതുക, അതിൽ വിഷയം വെക്കുകയാണ്. അപ്പൊ ആ വിഷയം ഒരാൾ എഴുതി, ആ വിഷയത്തിന് മറ്റേയാൾ അംഗീകരിക്കുന്നില്ല, അതേപോലെ ഇപ്പുറത്തെ ആള് ഇങ്ങോട്ടും അംഗീകരിക്കുന്നില്ല. ഈ ലെവലിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ പ്രതിവാദം പറയണം, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പ്രതിവാദം പറഞ്ഞിട്ടുണ്ട്. സംഭവങ്ങൾ വിശദീകരിക്കൽ വാദപ്രതിവാദത്തിലാണ്. അപ്പൊ പിന്നെ ഇവിടെ പെണ്ണ് പള്ളിയിലേക്ക് പോകുന്നത് നിരുപാധികം ഹറാമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ശരിക്ക് പറഞ്ഞു. നിരുപാധികം പറ്റൂല നിങ്ങൾ പറഞ്ഞത്, മൊത്തത്തിൽ പറ്റൂല, മൊത്തത്തിൽ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിരുപാധികം പറഞ്ഞിട്ടുണ്ടൊക്കെ നേരത്തെ പറഞ്ഞൊക്കെ മറന്നെങ്കിൽ കുഴപ്പമില്ല, സാരല്ല, പോട്ടെ. അപ്പൊ ഇവിടെ തരും ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാവർക്കും ഓർമ്മശക്തി ഉണ്ടല്ലോ. ഈ മണിക്കൂർ കണക്കിന് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രതിവാദം പറയാൻ എനിക്ക് തോന്നിയില്ലല്ലോ. മണിക്കൂർ നേരം ഇവിടെ സംസാരിച്ചിട്ട് ഈ വാദത്തിനൊരു പ്രതിവാദം ഉണ്ട്. ഇപ്പൊ പ്രതിവാദം ഇല്ലാതെ അബൂ ഉവൈസ് പൊട്ടത്തരം പറഞ്ഞോണ്ട് ഈ പൊട്ടത്തരം നിങ്ങൾക്ക് ഇപ്പോഴാണ് ഓർമ്മ. നേരത്തെ ആ വിഷയം ഉണ്ടിയിട്ടില്ലല്ലോ നിങ്ങള്. ഒരു പ്രതിവാദം എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് എന്തെല്ലാം ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, മണിക്കൂർ കണക്കിന് ചർച്ച ചെയ്താണല്ലോ നിങ്ങളുടെ മുന്നിൽ ഈ മുദ്ദ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ എഴുതി തന്നത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന വ്യവസ്ഥയിൽ നമുക്ക് വാദപ്രതിവാദം നടത്താന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് പറയുക. ഇനി അതല്ലെങ്കിൽ കുണ്ടുതോട് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ രണ്ടു കൂട്ടരും അംഗീകരിച്ച് ഈ കാസ് മുസ്ലിയാർ ടീമോ അല്ലേ അംഗീകരിച്ച്, അതായിക്കോട്ടെ വലിയാരെ. ഇനിയിപ്പോ ഇതിൽ നമ്മൾ തർക്കിച്ചിട്ട് എവിടെ എത്തുന്നില്ല എങ്കിൽ ഈ കാസ് മുസ്ലിയാരും ടീമും കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥയിൽ വെച്ച വ്യവസ്ഥ സ്വീകരിക്കുക. അതല്ല എങ്കിൽ ഇത്രയും നേരം ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി അബൂഇസാം വെച്ചതാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ മറ്റേ അപ്പുറത്തുള്ള ആളോട് അത് കൺക്ലൂഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ അത് പറ്റില്ല, നിർത്തുന്നില്ല. അപ്പൊ ഇനി ഏതായിരുന്നാലും ചർച്ച അങ്ങനെയാണ് നടന്നോട്ടെ എന്നാഞ്ഞ്. അപ്പൊ ഏതായിരുന്നാലും ഇത് നല്ല നിലക്ക് ഇനിയിപ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില് വലിയ വാശിയൊന്നും വേണ്ട. ഞങ്ങൾ ഈ എഴുതി തന്ന ഇത്രയും നേരം ചർച്ച ചെയ്ത് ഈ ദഅവ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമാണെങ്കിൽ അംഗീകരിച്ചോട് പറയാ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയുക. എന്നിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കായിരിക്കും നല്ലത്. വെറുതെ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. പിന്നെന്തായി പറയുന്നത്?
പിന്നെ വാദത്തിന് പ്രതിവാദം ഉണ്ടാവും. അതന്നെയല്ലേ ഈ പറയുന്നത്. ഒരാളുടെ വാദം മറ്റാളുടെ വാദം വാദം പ്രതിവാദം എന്ന് പറയുന്നത്. ഇത് രണ്ട് വാദങ്ങൾ വന്നതുകൊണ്ട് രണ്ടിനും പ്രതിവാദം വേണമെന്നാ പറയുന്നത്. അത് എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല എന്നാ മൂപ്പര ചോദ്യം. ആദ്യം ഇത് ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നെടുത്തായിരുന്നു ചർച്ച. നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നോ ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നോ എന്നതായിരുന്നു ചർച്ച. അത് അംഗീകരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ എന്താണ് പിന്നെ അതിന് പകരം നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഈ പറയുന്നിടത്ത് നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ ആ പറയുന്നിടത്ത് എന്ത് ഞങ്ങൾ പറയുന്നു എന്ന വിഷയം വരുന്നത് നിങ്ങളത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇല്ലെങ്കിലല്ലേ. അതുപോലെ ഞങ്ങളത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലല്ലേ ആ ചർച്ച വരുന്നത്. അത് ഇല്ല എന്ന് ഈ അടുത്ത് ആണ് അബൂ ഇഹ്സാൻ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് എങ്കിൽ പിന്നെ അതിന് പകരം നിങ്ങൾ എന്താണ് പറയുന്നത്, ആ വിഷയത്തിൽ നിങ്ങളുടെ പ്രതിവാദം എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചത്. അത് ഇതുവരെ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ വാദത്തിന്റെ പ്രതിവാദം നിങ്ങൾ പറയൂ. നിങ്ങൾ പറഞ്ഞ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, 100% അംഗീകരിക്കുന്നില്ല. ആർക്കും ആ വിഷയത്തിൽ സംശയം വേണ്ട. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഹറാമില്ല എന്ന് പറയുന്നത് ഞങ്ങൾ കൃത്യമായി പച്ച മലയാളത്തിൽ പറഞ്ഞല്ലോ. എന്താ ഇപ്പോഴും അബൂ ഉവൈസിന് ഒരു സംശയം? ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അതിന് പകരം അവിടെ നിങ്ങളുടെ വാദത്തിന്റെ എതിര് മറ്റ് വാദം ഞങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതുപോലെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, അതല്ല നിങ്ങളൊന്നും അറിയാതെ അബൂ ഇഹ്സാൻ പറഞ്ഞു പെട്ടുപോയതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതല്ല ഈ നിങ്ങളുടെ അറിവോടുകൂടെ തന്നെയാണ് അത് പറഞ്ഞതെങ്കിൽ, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയേണ്ടത് ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ അതിന് പകരം അവിടെ നിങ്ങളുടെ വാദം എന്താണ് അതൊന്ന് പറയണം. നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയും അതിന് പകരം ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഈ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. വെറുതെ സമയം കളയുന്നത്, ജനങ്ങളെ കഴുതകളാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ മാന്യമായി എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ ഉരുണ്ടുകളി മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെങ്കിലും ഒഴിവാവണം എന്നതാണ്. അല്ലെങ്കിൽ ആ നിരുപാധിക, അതൊക്കെ ഞങ്ങളുടെ മുദ്ദ അതാണെങ്കിൽ ആ നിരുപാധികത്തിൽ എന്താണ് ഇവർക്ക് ഇത്ര അധികം പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ഞങ്ങളെ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അത് വലിയൊരു അപകടമാണെങ്കിൽ വാദപ്രതിവാദത്തിൽ നിങ്ങൾക്ക് ചോദിക്കാലോ. ഞങ്ങളെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് കൊടയാൻ കഴിയുമെങ്കിൽ കൊടയാലോ. എന്തിനാ അതിന്റെ പേരിൽ തെറ്റിപ്പോണു? എന്താ നിങ്ങൾക്ക് ഇത്ര പേടി? എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരൂ. ആ വിഷയത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ തയ്യാറാവൂ. നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞു. അതിന്റെ എതിർ വാദം ഞങ്ങൾ പറയുകയും ചെയ്തു. ആ വാദം എതിരാവുന്നില്ലെങ്കിൽ അത് എതിരാവുന്നില്ല എന്നും ഞങ്ങളുടെ വാദത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അത്, അതിനോട് എതിരാകുന്നില്ല ഇന്ന കാരണത്താൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അത് നിങ്ങൾക്ക് പറയാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്നാ പിന്നെ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇതിനെ സമയം നശിപ്പിക്കാതെ കാര്യത്തിലേക്ക് വരാൻ കഴിയുമെങ്കിൽ ഒരവസരം കൂടി നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കും അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അവസരം തന്നതിന് നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം. അസ്സലാമു അലൈക്കും. കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായി. എന്തായാലും നിങ്ങളുടെ വാദത്തെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എന്നിട്ട് പിന്നെ ചോദിക്കുക അതിലെന്താണുള്ളത്, അതിന് നിങ്ങൾ എന്റെ പ്രതിവാദം പറയണം, അതിൽ എന്താണുള്ളത് പറയണമെന്ന്. ഞങ്ങൾ പറയാതെ എങ്ങനെ മൗലവി നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക? നിങ്ങളുടെ വാദത്തെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് എങ്ങനെ? ഞങ്ങൾ പ്രതിവാദം പറയാതെ എങ്ങനെ നിങ്ങൾ അംഗീകരിക്കില്ല പറഞ്ഞത്? മുട്ടുംകാലി കൊണ്ടാണോ ചിന്തിക്കുന്നത്? ആളുകൾക്ക് ശരിക്കും മനസ്സിലായി. നിങ്ങളുടെ വാദം ഞങ്ങൾ ഒട്ടും അംഗീകരിക്കില്ല നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ പ്രതിവാദം പറയാതെ നിങ്ങൾക്ക് എങ്ങനെയത് കിട്ടിയത്? നിരുപാധികം ഒന്നും പറയാതെ കിട്ടിയല്ലോ. നിരുപാധികം മൊത്തത്തിൽ നിന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങളെങ്ങനെ ഒട്ടും അംഗീകരിക്കില്ല എന്നല്ലേ? അതെന്താ അറിയോ? വായിലെ നാക്ക് പൊള്ളറിയില്ല. താത്തന്റെ കഴുത്തിന് പൂച്ച പിടിച്ചാ പറഞ്ഞെടുത്ത് പറയില്ല. സത്ത പൂച്ച എന്ന് പറയും. പക്ഷെ കഴുത്തിന് പൂച്ച കടിച്ചാൽ പീനെ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ അറിയോ? നിങ്ങളുടെ വാർത്ത ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കൂല. ഞങ്ങൾ പ്രതിവാദം പറയാതെ എങ്ങനെ നിങ്ങൾ ഇത് അംഗീകരിക്കൂല അറിയാ? നിങ്ങൾക്ക് തിരിയണല്ലോ. അവ്യക്തത ഉണ്ടല്ലോ. അവ്യക്തത ഇല്ലാതെ നേരത്തെ പറഞ്ഞില്ലേ? തിരിഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ? ഞാൻ അംഗീകരിക്കില്ല പറഞ്ഞില്ലേ? ഒരിക്കലും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആളുകൾക്ക് ശരിക്കും നന്നായി മനസ്സിലാവും. പിന്നെന്തായാലോ ആദ്യം ഞങ്ങൾ നിങ്ങളുടെ ഈക്കക്കാരുടെ വാദത്തെ ഞങ്ങൾ ആദ്യം തന്നെ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പുണ്യം ഇല്ല എന്ന് പറഞ്ഞപ്പോ പുണ്യം എന്ത് ഞാൻ തീർത്ത് പറഞ്ഞിട്ട് കാഫിന്റെ അർത്ഥം പറയാൻ തയ്യാറായ അനുവരി ധൈര്യം ഉണ്ടെങ്കിൽ ഹുളൂളവിന്റെ അർത്ഥങ്ങൾ പറഞ്ഞ് അപ്പൊ മനസ്സിലാവും കാര്യം. പുണ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പൊ തന്നെ ഞങ്ങൾ ഖണ്ഡിച്ചിട്ടുണ്ട്.
പുണ്യം എന്ത് സ്ത്രീകൾക്ക് റോഹനന്റെ അർത്ഥം പറയാൻ കാഫിന്റെ അർത്ഥവും മസാലയും ദീർഘർത്ഥം ഞാൻ വലിയ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ ആൾക്ക് റോഹന്റെ അർത്ഥം ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താ പറഞ്ഞു, പുരുഷന്മാര് തീവ്രവാദി എന്ന് പറഞ്ഞതിന് ഉപരി തൊട്ടിട്ടില്ല. അതെ, അതൊക്കെ തന്നെയാണ് ആജാതി വർത്താനങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ കാര്യം. പക്ഷെ കിതാബിലെ ഇബാറത്തും റസൂലുള്ളാന്റെ ഹദീസൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ തൊട്ടങ്ങളൊക്കെ കൈ കൊള്ളും. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, ഒന്നുകിൽ നിങ്ങൾ കുണ്ടലോട് വാർത്താ വ്യവസ്ഥ വെക്കി, ആ വ്യവസ്ഥയിൽ നമുക്ക് തുടങ്ങാം. അതല്ലെങ്കിൽ ഇത്രയും നേരം നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ, നിങ്ങളുടെ വാദങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല അല്ലേ, ആ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആ വാദം വെച്ചിട്ട് നമുക്ക് വാർത്ത നടത്താം. പ്രതിവാദം ഇല്ലാതല്ലേ നിങ്ങളെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, നല്ല നിലക്ക് ഇപ്പൊ എഴുതിയ ഈ വാദം അംഗീകരിച്ച് നമുക്ക് വാദപ്രതിവാദം മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ കൊണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ ഞങ്ങൾക്ക് 100 പ്രാവശ്യം സമ്മതമാണ്, ഓക്കെ ആണെങ്കിൽ അങ്ങനെ പോവാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. മൈക്കിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും. ഹലോ, ഏതായിരുന്നാലും അബൂവൈസിന്റെ ഹാലൊക്കെ ആകെ മാറിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന വാദവും അദ്ദേഹം കൊണ്ടുവന്ന രീതിയൊക്കെ പൊളിഞ്ഞ് പാളീസായി എന്ന് ബോധ്യപ്പെട്ടപ്പോ കൊണ്ടുപോയതോട് വാദപ്രതിവാദവും അതിന്റെ വ്യവസ്ഥയിലേക്കും പോവാന്നാ. കൊണ്ടുവന്ന വാദത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിലുള്ള ആ പ്രശ്നങ്ങൾ, അബദ്ധങ്ങൾ ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അപ്പോഴാ വേഗം കൊണ്ടുതോട് വാദപ്രതിവാദം എന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് അബൂവൈസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മുനാദറ വാദപ്രതിവാദം എന്ന് പറയുമ്പോ ഒരു വാദവും ഒരു പ്രതിവാദവും ഉണ്ടാവൂലേ? ഒരു വാദവും ഒരു പ്രതിവാദവും ഉണ്ടാകുമല്ലോ, സ്വാഭാവികല്ലേ ഇത്? ഇവിടെ കേൾക്കുന്ന എത്ര ആളുകൾ ഇപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വാദം ഞങ്ങളും അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ വാദത്തിന്റെ ആ ഭാഗത്ത് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് ഞങ്ങൾ കൃത്യമായിക്കൊണ്ട് പറഞ്ഞു. ഇതേ രൂപത്തിൽ എന്താണ് ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് നിങ്ങൾ പറയാത്തത്? ഒരു പുണ്യവുമില്ല എന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിങ്ങളുടെ വാദം? അതിനെക്കുറിച്ചൊരു കാമമുണ്ടെന്നില്ല. അതിൽ കുടുങ്ങിയത് കണ്ടപ്പോഴാ കൊണ്ടുതോട് വാദപ്രതിവാദം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. മാത്രല്ല ഇവിടെ ഈ വ്യവസ്ഥയിലും ഇപ്പോ അബൂ ഉവൈസും അബൂ ഇഹ്സാനും രണ്ട് ഗ്രൂപ്പായി എന്നുള്ള മനസ്സിലാവണത്. കാരണം അബൂ ഇഹ്സാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇനി മുജാഹിദുകൾ ആരും മൈക്കെടുക്കൂല എന്ന് പറഞ്ഞിരുന്നു. മുജാഹിദുകൾ ആരും മൈക്കെടുക്കൂല എന്ന് പറഞ്ഞ് മൈക്ക് വെച്ചപ്പോൾ ആ തൊട്ടുടനെ അബൂ ഉവൈസ് വന്ന് മൈക്കെടുത്തത്. എന്താ അതിന്റെ കള്ളിന്ന് അറിയില്ല, അല്ലാഹു അഅലം. അപ്പോ വാദപ്രതിവാദമാകുമ്പോൾ ഒരു വാദവും ഒരു പ്രതിവാദവും ഉണ്ടാകും. എല്ലാ മുനാദറിനെ കുറിച്ച് അറിയില്ല, നിങ്ങൾ അല്പൊക്കെ കിതാബോധി ആളല്ലേ. മുനാദറയാകുമ്പോൾ ഒരു വാദം ഉണ്ടാകും, അതിന്റെ എതിര് പ്രതിവാദവും ഉണ്ടാകും. തബജുഹുൽ മുതഹാസിമേനി ഫിന്നിസ്ബത്തി ബൈന ശൈഅൈനി എന്നല്ലേ? അപ്പൊ രണ്ട് വാദങ്ങൾ ഉണ്ടാവൂല അവിടെ. അപ്പൊ ഒന്ന് വാദം, മറ്റൊന്ന് ആ വാദത്തിന്റെ പ്രതിവാദം. ഇത് ആർക്കേത് അറിയാത്തത്? പിന്നെ ഞങ്ങൾ ഇതുവരെ വാദപ്രയത്തിന് പങ്കെടുത്തിട്ടില്ല എന്നാ തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഫൈസൽ മുസ്ലിയാരോട് അന്വേഷിക്ക്, ഞങ്ങൾ വാദപ്രയത്തിന് പങ്കെടുത്തിട്ടുണ്ടോ, സംവാദത്തിന് വ്യവസ്ഥയ്ക്ക് ഇരുന്നിട്ടുണ്ടോ എന്ന് പോയി അന്വേഷിക്ക്. വിവരാണ്ട് അറിയുങ്ങൾക്ക് എന്താ ഉണ്ടായെന്നുള്ളത് അറിയും. ഫൈസൽ മുസ്ലിയാരോടും ഷാഫി സലാഹി ചങ്ങലയോടൊക്കെ ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാദപ്രയത്തിന് പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള വിവരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ വാദത്തിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. പിന്നെ നിങ്ങളുടെ വാദത്തെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് അതിലുള്ള നിലപാട് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതേ രൂപത്തിൽ ഞങ്ങൾ വാദിച്ച വാദത്തിൽ നിങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് അത് നിങ്ങൾ വ്യക്തമാക്കി പറയൂ. പിന്നെ പിന്നെ അബൂ ഉവൈസ് പറയണ്ടായി, ഇവിടെ എപിക്കാരുടെ മുന്നിൽ ഞങ്ങളുടെ ആദർശം തെളിയിച്ചു കൊടുക്കാനാ അപ്പൊ നമ്മൾ ഈ സംവാദമൊക്കെ നടത്തുന്നത്, അത് സംവാദം നടക്കണം താല്പര്യം ഉണ്ടായിട്ടല്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും അറിയാലോ, ഇവിടെ ഇപ്പോ ഈ ഗ്രൂപ്പ് മുജാഹിദുകൾ കേരളത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്, ആരാണ് സലഫി, ഞങ്ങൾക്ക് എത്രത്തോളം സലഫീസം ഉണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നാട് നീളെ തെറിപ്രസംഗങ്ങളായിട്ട് നടക്കുന്ന ഈ കൂട്ടര ഞങ്ങൾ എപിക്കാരുടെ മുന്നിൽ ആദർശം തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് വന്നിട്ടുള്ളത്, അതല്ലാതെ പിന്നെ സംവാദം നടക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംവാദം നടക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വാദത്തെക്കുറിച്ച് ഞങ്ങൾ പ്രതിവാദം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ വാദം യോജിപ്പില്ല എന്നും പറഞ്ഞു. എന്നതുപോലെ ഞങ്ങളുടെ വാദം നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ ഞങ്ങളുടെ ആ വാദത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് വ്യക്തമാക്കി പറയൂ. ഇത് ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ടൈം ഓവറായിട്ടുണ്ടോ? അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കാരം നിർവഹിക്കുന്നതിൽ ഒരു പുണ്യവുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ വാദം അതിലെന്താണ്, നിങ്ങളുടെ അഭിപ്രായം അതിലെന്താണ്, ഇത് പറയണ്ടേ? പിന്നെ നിങ്ങളുടെ വാദം നിങ്ങൾ പറഞ്ഞു തടയ ഹറാമാകുന്നു എന്ന്. അവിടെ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല.
തടയൽ ഹറാമാകുന്നു എന്നുള്ളത് നിരുപാധികം ശരിയല്ല എന്നാണ് നിങ്ങളുടെ വാദത്തെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്നതുപോലെ ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് ശരിയല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നെ എന്താണ് അവിടെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. മിണ്ടി അങ്ങടെ ആഫീസങ്ങൾ പൂട്ടും, അതിനുണ്ടാവും. അതിനെ മിണ്ടാതിരിക്കാനുള്ള കാരണം മിണ്ടിയിട്ടുണ്ടെങ്കിൽ അഡ്രസ് അങ്ങോട്ട് പോകും. ഇപ്പൊ തന്നെ അബൂവൈസും അബൂവൈസും രണ്ടായില്ലേ? അബൂവൈസ നേരത്തെ പറഞ്ഞു ഒറ്റ മുജാഹിദിന് മൈക്കെടുക്കൂല, ശേഷം വന്നിട്ട് അബൂവൈസ് മൈക്കെടുത്തു. ഇനി ഞങ്ങളുടെ വാദത്തിന്റെ പ്രതിവാദം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആഫീസിന് പൂട്ടും. ധൈര്യം ഉണ്ടെങ്കിൽ പറയും, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങളുടെ വാദം ശരിയല്ല എന്ന് പറയുന്നു നിങ്ങൾ. എന്നാൽ ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു പുണ്യവുമില്ല എന്നുള്ളതിനെ കുറിച്ച് എന്താണ്? അതിനെതിരായിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് പറയും നിങ്ങൾ. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. സംവാദം നടക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആദർശബോധമുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പറയണം. ആപ്പീസ് പൂട്ടും, അവിടെ പൂട്ടും, ഇവിടെ പൂട്ടും എന്നുള്ളതൊക്കെ മനസമാധാനത്തിന് പറയാൻ വൈദ്യരെ. എന്തായിരുന്നാലും ഇവിടെ ഹിജാബിന്റെ ആയത്താണ്. നായ പള്ളിയിൽ പോയ പോലെയാണ്, കല്ല് ഹറാമാക്കിയ പോലെ ഹറാമാക്കി, അങ്ങനെയാണ്, ആനയാണ്, കുതിരയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകള് മുജാഹിദുകളുടെ മുന്നിൽ വന്നപ്പോ ഒക്കെ പോയി. ഇപ്പോ നിരുപാധികം സ്വപാധികം ഇമാതിരിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, ഈ സംവാദം പിന്നെ ഞാൻ മൈക്കെടുക്കില്ല ആ വാക്ക് കിട്ടിയതിലാണ് ഇപ്പൊ എല്ലാവരും ഭയങ്കര വിഷയാക്കിയിട്ട് കുറെ ആളുകൾ ടെക്സ്റ്റ് അടിക്കുന്നു. അബൂവൈസും അബൂവൈസാനും തമ്മിൽ രണ്ട് ഗ്രൂപ്പായി എന്നൊക്കെ എഴുതി കണ്ടു. മനസമാധാനത്തിന് നല്ലതാണ്. സൽമാൻ അസ്ഹരിയായിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ PM ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. ഞങ്ങൾ നിർത്തല്ലേ നമ്മൾ എന്നില്ല ചോദിച്ചപ്പോ ഇപ്പൊ എന്താ ഹഹ ചെല്ലുന്നത്? സൽമാൻ അസ്ഹരി ഇല്ലേ? നിങ്ങളുമായി ഞാൻ PM ചെയ്തിട്ടില്ലായിരുന്നോ? നമ്മൾക്കിത് എവിടെ എത്തുന്നില്ല, ഈ രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരിക്കൽ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജമാഅത്ത് ഹറാമാണ് എന്ന് നാടൊട്ടുക്ക് പറയുകയും സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയി പള്ളികൾ മലിനമാക്കി, സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളികൾ മുനാഫിക്കിന്റെ പള്ളികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ജനങ്ങളെ എല്ലാ നിലക്കും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകൾ അതിനായി പലവിധത്തിലുള്ള തെളിവുകളും കുപ്രചരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന ആളുകൾ. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഒരു കാലത്തുണ്ടായിരുന്നു. ഹിജാബിന്റെ ആയത്ത് വന്നതോടുകൂടി അതൊക്കെ പോയി. അതുപോലെ തന്നെ നായ പള്ളിയിൽ പോയത് പോലെയാണ്, കല്ലിന്റെ ആയത്ത് ഇറങ്ങിയതുപോലെ അത് ഹറാമാക്കിയതാ ആദ്യകാലത്ത് പോയിരുന്നു. ഈ വാദങ്ങളൊന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ ഒക്കെ പോയി. അൽഹംദുലില്ലാ. ഈ ചർച്ച കൊണ്ട് ഇവിടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യം, സ്ത്രീകളെ പള്ളിയിൽ പോകുന്നത് ഹറാമാണ് എന്നുള്ള വാദത്തിൽ നിന്നും കേരളത്തിലെ സമസ്തക്കാരായിട്ടുള്ള EK അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രൂപ്പിൽപ്പെട്ട സമസ്തക്കാർ ആ വാദത്തിൽ നിന്നും എന്തായാലും പിൻവാങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ഇന്നത്തെ ഈ വാദപ്രതിവാദം കൊണ്ട് ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു വേദി ഒരുങ്ങിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. സ്വാഭാവികം, നിരുപാധികം, മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ജനങ്ങളെ ഇപ്പോൾ ഒന്ന് വട്ടം കറക്കി മനസമാധാനത്തോടുകൂടി ഒന്ന് ഇത് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. സത്യത്തിൽ പ്രമാണങ്ങളുടെ പിൻബലം കിതാബുകളിൽ എഴുതി വെച്ചത് ഇവരുടെ കയ്യിൽ ഇവരുടെ വാദങ്ങൾക്ക് ഒരിക്കലും തന്നെ പിന്തുണ നൽകുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ കുറേശ്ശെയായി ഈ പ്രമാണങ്ങളിലേക്ക് വരാൻ തുടങ്ങിയത്. അമ്പലക്കടവ് ഹമീദ് ഫൈസി ആ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോ കാന്തപുരം സുന്നികൾ അതിന് പിടികൂടി. കാരണം എന്താണ്? കാന്തപുരം സുന്നികൾ പിടികൂടിയതെന്താ? ഒരു കാലത്ത് അവർ പറഞ്ഞിരുന്നതും ഇവർ പറഞ്ഞിരുന്നതും ഹറാമാണ്, ആ വാദത്തിൽ നിന്നും അവർ വഹാബികളുടെ വാദത്തിലേക്ക് പോയിരിക്കുന്നു എന്നായിരുന്നു ഇക്കണ്ടകാലം അവർ പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും വളരെ കൃത്യമായി മുജാഹിദുകളുടെ വാദത്തെ ഗണ്ണിക്കുവാൻ, മുജാഹിദുകൾ പറയുന്നതിനെ ഗണ്ണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാഹു അക്ബർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ചുരുങ്ങിയത് വാക്ക് പാലിക്കാനെങ്കിലും ശീലിക്കണമായിരുന്നു എന്നൊരു അഭ്യർത്ഥന. പിന്നെ ഹമീദ് ഫൈസി ഉസ്താദിന്റെ പ്രസംഗം അത് കേട്ടിട്ട് ആണ് ഇങ്ങനെ പിന്നെ ഏപ്പിക്കാരടിൽ കഴിച്ചിലാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ ചർച്ചയുടെ തുടക്കം അറിയാം. അബൂ ഇഹ്സാൻ ഈ വിഷയത്തിൽ PM ചെയ്തത് മുതലാണ്, അതായത് ഇങ്ങോട്ട് വെല്ലുവിളിച്ചതാണ് ഈ ചർച്ചക്കൂടെ, അത് മറക്കരുത്. പിന്നെ ഇപ്പൊ ഇത്രയും സമയം അബൂ ഉവൈസ് സംസാരിച്ചിട്ടും അബൂ ഇഹ്സാൻ സംസാരിച്ചിട്ടും സ്വന്തം സമാശ്വസിക്കുക എന്നതിൽ കവിഞ്ഞ് ഇപ്പോഴും നിങ്ങളുടെ പ്രതിവാദം പറയാൻ നിങ്ങൾ തയ്യാറായില്ല എന്നത് സമൂഹം നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കാരണമായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ നിങ്ങൾ നിരുപാധികം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് പേടി? നിങ്ങൾ പറയണ വാദം ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളെ സംവാദം നടത്തണോ? നിങ്ങളൊരു വാദം ഞങ്ങൾ അടിച്ചേൽപ്പിച്ച് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയണമെന്നോ? എന്താ നിരുപാധികം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കൊരു പറയല്. പിന്നെ അബൂ ഉവൈസ് മനസ്സിലാക്കണം, ഇത് അബൂ ഇഹ്സാൻ ഇങ്ങോട്ട് വെല്ലുവിളിച്ച സംവാദമാണ്. അബൂ ഉവൈസ് നേരത്തെ പറയണ്ടായി ഹമീദ് ഫൈസി ഉസ്താദിന്റെ പ്രസംഗം, അതുപോലെ ഏപ്പിക്കാരടിൽ കഴിച്ചിലാകാനെന്നൊക്കെ. അബൂ ഉവൈസിന് എന്താണ് ഈ സംവാദം തുടങ്ങാനുള്ള കാരണം പോയി പറഞ്ഞിട്ടില്ലേ? അതൊന്നും അറിയാതെ വ്യവസ്ഥ തയ്യാറാക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ അബൂ ഇഹ്സാൻ നിങ്ങൾ എനിക്ക് PM ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അബൂ ഉവൈസ് സംസാരിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ എനിക്ക് PM ചെയ്യുന്നത്. നേരെ മറിച്ച് ഗഫൂർ അൻവരി ഉസ്താദ് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ അബൂ ഉവൈസിന്റെ സംസാരം കേട്ട എല്ലാവർക്കും അറിയാം, വളരെ മോശമായ സംസാരം, പല പദപ്രയോഗങ്ങളും റെക്കോർഡുണ്ടാവുമല്ലോ. നമ്മൾ ഉസ്താദുമായി വളരെ മാന്യമായി സംസാരിക്കുമ്പോഴും ഈ രൂപത്തിൽ അബൂ ഉവൈസ് സംസാരിക്കുമ്പോ അത് വളരെ മാന്യതയോടുകൂടി അതിനെ പ്രതികരിക്കുകയാണ് നമ്മൾ ഉസ്താദുമാര്. എന്നിട്ട് പോലും അബൂ ഉവൈസ് നിങ്ങൾ ഈ സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ നിങ്ങൾ വരുമ്പോ ഇതിന്റെ എന്താണ് ഇതിന്റെ തുടക്കം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇങ്ങോട്ട് വെല്ലുവിളിച്ചതാണ്, അല്ലാതെ ഞങ്ങൾ രക്ഷപ്പെടാനല്ല. ഞങ്ങളോട് സംവാദം നടത്തിയിട്ട് ഇപ്പോൾ 4ഉം 5ഉം ഗ്രൂപ്പായ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളാണ് ഒറിജിനൽ മുജാഹിദുകളെന്ന് വരുത്തി തീർക്കാനുള്ള വടംവലിയാണ്. അതാണ് ഇതിന്റെ കാരണം. അതൊക്കെ സമൂഹം തിരിച്ചറിയുന്നുണ്ട്, ആളുകളൊക്കെ പ്രബുദ്ധരാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് എന്ന ഐഡിയൽ ഉസ്താദ് മൈക്കിൽ വരും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഏതായിരുന്നാലും മനപ്പായസങ്ങൾ ഉണ്ണീട്ട് ഇങ്ങനെ അല്ലാഹു അക്ബർ പറയണതിന്റെ ഹുക്മ് ഒന്ന് വേറെ അറിയേണ്ടിയിരുന്നു. ഏതായിരുന്നാലും ശരി, അത് പിന്നെ അതിന്റെ കാര്യം എന്താന്നുള്ളത്. ഏതായിരുന്നാലും ഇവിടെ ഞങ്ങളുടെ വാദം, ഞങ്ങളിപ്പോ വാദത്തിൽ നിന്ന് കുറെ പിന്മാറിയിട്ടുണ്ടെന്നും ഇപ്പോഴുള്ള വാദം അവരുടെ വാദത്തോട് അടുത്തിട്ടാണുള്ളത്. പിന്നെ എന്തിനാ നിങ്ങൾ ഈ പിന്മാറുന്നത്? ഈ വാദത്തിൽ നിന്നുകൊണ്ട് അതിന് ഞങ്ങൾക്ക് യാതൊരു തെളിവുമില്ല. ആയത്തിന്റെയോ ഹദീസിന്റെയോ കിതാബിന്റെ ഉദ്ധരണിയുടെയോ യാതൊരു പിന്തുണയുമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞല്ലോ. എങ്കിൽ എന്തിനാ പിന്നെ നിങ്ങൾ ഈ പിന്മാറുന്നത്? ഈ വാദത്തിൽ നിന്നുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കുക ബാക്കി കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീരുമാനിക്കാൻ തയ്യാറാവൂ. ഞങ്ങൾ 2 വാദങ്ങളാണ് അപ്പൊ ഇവിടെ വന്നത്. സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് പുണ്യകരം, പള്ളിയിൽ പോകുന്നതിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ യാതൊരു പുണ്യവും ഇല്ല എന്ന ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ അംഗീകരിക്കാത്ത കാര്യം എന്താണ് പിന്നെ നിങ്ങൾ അവിടെ പറയുന്നത്? അത് നിങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ആ വാദത്തിന്റെ പ്രതിവാദം നിങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ രണ്ടാമത് നിങ്ങളുടെ ഒരു വാദം വന്നു, ഇതിന്റെ ഒരു ഭാഗം മാത്രമായി വരുന്ന സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ തടയാൻ പാടില്ല, തടയുന്നത് ഹറാമാകുന്നു. അത് നിങ്ങളുടെ വാദമാണ്. ആ വാദം ഞങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിന്റെ എതിരായ നിരുപാധികം ഹറാമല്ല എന്ന് ഞങ്ങൾ വാദിക്കുകയും ചെയ്തു. വളരെ വ്യക്തമായ കാര്യങ്ങൾ. ഇതിനെ ഞങ്ങൾ മണിമണിയായി ഖുർആന് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ട്, ഹദീസുകളെ കൊണ്ട് വളരെ കൃത്യമായി തെളിയിക്കാൻ KICRന്റെ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ 1000 വട്ടം തയ്യാറാ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതിനനുസരിച്ച് നിങ്ങൾ അടുത്ത പടിയിലേക്ക് കടക്കാൻ തയ്യാറാവൂ. അതില്ലാതെ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് പിന്നെ നമ്മളെ വാദത്തിലേക്ക് ഇവർ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനപ്പായസം കൊണ്ട് തക്ബീർ ചൊല്ലിയിട്ട് കാര്യമില്ല. നിങ്ങൾ കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വാദം വളരെ കൃത്യമായി ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറുണ്ട്. നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങളുടെ വാദത്തെ, ഈ പറഞ്ഞ വാദത്തെ ഗണ്ണിക്കാൻ എന്തെങ്കിലും കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും രൂപത്തിൽ സാധിക്കുമെന്നൊരു തോന്നലെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ
ഈ വാദപ്രതിവാദം നടത്താൻ നിങ്ങൾ തയ്യാറാവേണ്ടത്. ഇനി നമുക്ക് മറ്റേ അജണ്ടയിലേക്ക് പോവാ, മറ്റേ വ്യവസ്ഥയിലേക്ക് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഇതിൽ നിന്ന് ഊരി രക്ഷപ്പെടാനുള്ള ശ്രമമല്ല ചെയ്യേണ്ടത് എന്നാണ് വിനീതമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ടൈം ഓവറായി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓവറായത്? ഓക്കെ, ഏതായാലും ഞാൻ നിർത്തുകയാണ്. ടൈം വെറുതെ ഓവറായി എഴുതുകയാണ്. സംഭവം ഒന്നും ഓവറായിട്ടില്ല. നമ്മൾ കൃത്യമായി ഇവിടെ പറഞ്ഞതാണ്. അത് കൃത്യമായിട്ട് ഒരു മനസ്സിലാക്കിയ ശേഷം പിന്നെ ഉണ്ടായിരുന്നതാണ്. അവരെ വാദം അവർ പറഞ്ഞു, സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് തടയൽ ഹറാം, അതിനെക്കുറിച്ച് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പോലും ചോദിച്ചു. നമ്മൾ പറഞ്ഞു ആ വാദം നമ്മൾ അംഗീകരിക്കുന്നില്ല, നിരുപാധികം ഹറാമാണെന്ന് പറയാൻ പറ്റൂല. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളെ വാദം നമ്മൾ പറഞ്ഞു, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല, ഇതുവരെ അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചു. അതിനെക്കുറിച്ച് ഒരു ഇന്ന് വരെ ഒരക്ഷരം മുണ്ടിയിട്ടില്ല. അതാ രസം, ഈ നിമിഷം വരെ ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല. അവരെ വാദം അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചു. നമ്മൾ പറഞ്ഞു അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? നിരുപാധികം ഹറാമല്ല. രണ്ടാമത് നമ്മളെ വാദം പറഞ്ഞു, സ്ത്രീക്ക് വീടാണ് ഉത്തമം, അതിന് എതിർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സ്ത്രീകൾക്ക് വീടല്ല ഉത്തമം, പള്ളിയാണ് ഉത്തമം എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയും. അല്ലെങ്കിൽ സ്ത്രീക്ക് പള്ളി തന്നെയാണ്, വീട് തന്നെയാണ് ഉത്തമം. അതല്ലെങ്കിൽ സ്ത്രീക്ക് വീടല്ല എന്ന് ഹദീസിനെ നിങ്ങൾ നിഷേധിക്കും. രണ്ടിലൊന്നിനും തയ്യാറാവണം. ഒന്നിനും തയ്യാറാവാതെ ഞങ്ങൾ എന്തായാലും വാദപ്രയോഗത്തിൽ നിങ്ങൾ ഒഴിവാകുകയാണെന്ന് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയാനല്ലാതെ സത്യത്തിൽ ആരാണ് ഒഴിവാകുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നില്ലേ? ആരവിടെ ഒഴിവാകുന്നു? ആർക്കാ മനസ്സിലാകാത്തത്? ഞങ്ങൾ കൃത്യമായി നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് പറഞ്ഞു, MT ദാരിമി ഉസ്താദ് പറഞ്ഞു, എല്ലാവരും ഒരേ വാദം പറഞ്ഞു. എല്ലാവരും കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പിന്നെ നിരുപാധികം അത് ഹറാമല്ല, അത് ഞങ്ങൾ പറഞ്ഞു. സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം, ആ വീടാണ് ഉത്തമം എന്ന വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ മറുപടി പറഞ്ഞു. പിന്നെ പള്ളിയിൽ പുണ്യമില്ല എന്ന വാദം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെന്താ മറുപടി പറഞ്ഞത്? നിങ്ങൾ മറുപടി പറഞ്ഞത് അതിനെക്കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങളെ വാദത്തിന് പ്രതിവാദം പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഞങ്ങൾ വാദിക്കാനും തയ്യാറായി, നിങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാനും ഞങ്ങൾ തയ്യാറായി. നിങ്ങൾ ഒരു വാദിച്ചു എന്നല്ലാതെ ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാൻ ഈ നിമിഷം വരെ നിങ്ങൾ തയ്യാറായിട്ടില്ല. അതാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. സമയം നിങ്ങൾ ഇതിനേക്കാൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ റിലേ നടത്തിയിരുന്നത്. നിങ്ങൾ അബൂ ഉവൈസ് എടുക്കും, അബൂ ഇസാനും എടുക്കും, പിന്നെ അബൂ ഉവൈസ് എടുക്കും, അങ്ങനെ നിങ്ങൾ റിലേ നടത്തിയിരുന്നു. ഞങ്ങൾ അതിനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പരമാവധി സമയം എടുത്തിട്ടുണ്ട്. അതും ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. വാക്കുകളും വല്ലാതെ ഓവറായിട്ടുണ്ട്. വളരെ പ്രകോപനമായ പല പ്രയോഗങ്ങളും നിങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചത് എങ്ങനെയെങ്കിലും ഈ വാദപ്രതിവാദം ഒന്ന് നടത്തണം. നിങ്ങളുടെ സമയവും ഓവറായിട്ടുണ്ട്, വാക്കുകളും ഓവറായിട്ടുണ്ട്. രണ്ടും ഞങ്ങൾ ക്ഷമിക്കാനുള്ള കാരണം പ്രതിവാദം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണം എന്നതുകൊണ്ട് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് MT ഇസ്ലാമിക്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ, പ്രതിവാദം മനസ്സിലാകുന്നില്ല. എത്ര നേരായി കളി കളിക്കുന്നു. നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ സഹോദര പ്രതിവാദം? ഞാൻ ആലോചിക്കുക, പുറത്തേനെ എന്താ ഇവർക്ക് പറ്റുള്ളൂ? നിങ്ങൾ ഞങ്ങളുടെ വാദം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ പ്രതിവാദം? ഞങ്ങളൊരു വാദം ഉന്നയിച്ചു, അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് തന്നെയാണ് പ്രതിവാദം. ഒരിക്കലും നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ആവർത്തിച്ചതിന് മുമ്പ് സംസാരിച്ചിരുന്ന ആൾ പറഞ്ഞല്ലോ. അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രതിവാദം. അതിൽ യാതൊരു തർക്കമല്ല. എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ ഈ കോരത്തിലുള്ള കളി? ഇത് കുടുങ്ങിയത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വരികയാണ്. അപ്പൊ പിന്നെന്താ വാദപ്രതിവാദത്തിന് അമ്പലക്കടവ് പറഞ്ഞ് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കളിയല്ലേ? അല്ല, ഇത് അബോയ്സ് അങ്ങോട്ട് പിന്നെ PM അടിച്ചിട്ട് വെല്ലുവിളിച്ചതാണ്. ഞാൻ നിങ്ങളെ ക്ലാസ് റൂമിൽ അൻവരി, നിങ്ങളുടെ ക്ലാസ് റൂമിൽ അവന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന വ്യവസ്ഥ തുല്യ സമയം മതി, നിങ്ങൾ പറയുന്ന വ്യവസ്ഥ പ്രകാരം അസ്മാ സിഫാത്തിൽ നിങ്ങളോട് വാപ്രയാൻ നടത്താൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ധൈര്യം കാണിച്ചോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ അബൂസാന്റെ VM കിട്ടിയപ്പോ ചാടിക്കൊത്തിയ എന്തിനാണോ? ഏത്തിക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ നാണം മറക്കാനാ. നിങ്ങൾ വാദപ്രതിവാദത്തിന് ചങ്കൂറ്റുള്ളവരാണെങ്കിൽ അസ്മാ സിഫാത്ത് നിങ്ങളെ ക്ലാസ് റൂമിൽ ഞാൻ വന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യവസ്ഥ, നിങ്ങൾ പറയുന്ന വ്യവസ്ഥ, ഞാൻ ഒരു വ്യവസ്ഥയും പറയുന്നില്ല, സമയം തുല്യ മതി, ധൈര്യം കാണിച്ചോ നിങ്ങൾ?
അപ്പൊ ഇപ്പൊ എന്താ ചാടിക്കുത്തിയത്? ഇത് ഇതിന് തന്നെയാണ്, എത്തിക്കാതെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ വാദത്തിന് പ്രതിവാദം പറയണം. ഇപ്പൊ വാദപ്രതിവാദങ്ങളിൽ എത്രയോ കാലങ്ങൾ ഇവിടെ വാദപ്രയാണം നടന്നു. അതിലൊന്നും ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ഏടാക്കുടുക്കുണ്ടാക്കിയിട്ടില്ല. പ്രതിവാദം പറയണം. ഇപ്പൊ ഞങ്ങളുടെ വാദം നിങ്ങൾ അംഗീകരിക്കുന്നില്ല തീർത്ത് പറഞ്ഞില്ലേ സഹോദരങ്ങളെ? നിങ്ങൾ അതന്നെയാണ് പ്രതിവാദം. ഞങ്ങൾ നിങ്ങളുടെയും അംഗീകരിക്കുന്നില്ല. എന്നിട്ട് പിന്നെ കൂടി നിരുപാധികം ആര് നിരുപാധികം? ഇസ്ലാമിക ശരീഅത്ത് എന്തെങ്കിലും വിലക്ക് സ്ത്രീകൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിലക്ക് അവർക്കുണ്ടാവും, പുരുഷന്മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിലക്ക് പുരുഷന്മാർക്കുണ്ടാവും. അതിൽ യാതൊരു തർക്കമല്ല. ഇവിടെ നിരുപാധികം മൊത്തത്തിൽ ആരാച്ചാന ഇതൊക്കെ കൊടുന്ന് ഈ വിഷയത്തെ നിങ്ങൾ അടിച്ചു പരത്തി നിങ്ങൾ ഇത് കലക്കാനുള്ള പരിപാടിയാ. ഒന്നും വേണ്ട. ഇപ്പൊ 1 മണിക്കൂറും ചില്ലറി ചർച്ച നടത്തിയപ്പോ നിങ്ങൾക്ക് ആ പ്രതിവാദം ഓർമ്മ ഉണ്ടായില്ലേ? അല്ല, നിങ്ങൾ പുണ്യല്ല എന്നുള്ളത് എപ്പോഴാണ് അംഗീകരിച്ചത്? പുണ്യല്ല എന്നുള്ളത് നേരത്തെ തന്നെയാ പറഞ്ഞു. ഊളുവിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു എന്നോട്. കാഫിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു. ഊളുവിന്റെ അർത്ഥം പറഞ്ഞില്ല. സ്ത്രീകൾക്ക് പള്ളിയിലുള്ള വിഹിതം എന്താ? പള്ളിയിലുള്ള വിഹിതം എന്താ? ഹുളൂള് പറഞ്ഞോ? എന്നിട്ട് ഇപ്പൊ പറയാം അത് വൈകിയാ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെങ്കിലും ഒഴിഞ്ഞു കിട്ടണം. പിന്നെ നമ്മുടെ സഹോദരൻ പുണ്യം വീട്ടിലാണ് പുണ്യം, അവർക്ക് ഉത്തമം വീടാണ്. അതാപ്പോ ചർച്ച. പെണ്ണ് പള്ളിയിൽ പോക്ക് ഹാറാമാണെന്നാ നിങ്ങളുടെ വാദം. അത് തടയുന്ന നിങ്ങൾ പറഞ്ഞിരുന്നത്. കൊണ്ടുതോട് വരെ നിങ്ങളതാ ുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാക്കന്മാർ അക്കാലത്ത് എഴുതി വാദപ്രതിവാദം നടത്തി പെണ്ണ് പള്ളിയിൽ പോകുന്നതിനെ തടയുന്നത് കുറ്റകരമാണ്, ഹറാമാണ് എന്ന ആശയത്തിൽ തന്നെ അവർ വാദിച്ചു. അതന്നെയാണ് ഞങ്ങൾക്ക് പറയല്. പെണ്ണ് പള്ളിയിൽ പോകുന്നതിനെ തടയുന്നത് ഇസ്ലാമിക ശരീഅത്ത് വെച്ച വിലക്കുകൾ ശരിക്കും ശ്രദ്ധിക്കുക. അനുവരിങ്ങൾ കിട്ടാവില്ലല്ലോ. ഇസ്ലാമിക ശരീഅത്ത് പെണ്ണ് പള്ളിയിൽ പോകുമ്പോൾ തടയാൻ വെച്ച മൻഹകൾ, ആ മൻഹകൾ കഴിച്ച് സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഹറാമാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതിനെ തടയൽ ഹറാമാണ് എന്ന ഞങ്ങളുടെ വാദത്തെ നിങ്ങൾ അംഗീകരിക്കണ്ടോ? സ്ത്രീകൾ ജുമുഅ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് അതിനെ തടയുന്നത് ഹറാമാണ്. എന്താണ് തടയാൻ പാടില്ല എന്ന് പറയുന്നത്? എന്താണ് അവിടെ? എന്താണ് എന്തെങ്കിലും വല്ല വിശദീകരണം ഉണ്ടെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് പെണ്ണ് പള്ളിയിൽ പോകുമ്പോൾ എന്ത് തടസ്സമാണോ അവൾക്ക് വെച്ചിട്ടില്ലെങ്കിൽ ആ തടസ്സം കഴിച്ച് ബാക്കി ഒരു സ്ത്രീ പള്ളിയിൽ പോകുന്നതിനെ തടയാൻ പാടില്ല, ഹറാമാണ്. ഇതിന്റെ അപ്പുറം ഇനി എന്ത് വിശദീകരണ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്നുകിൽ ഈ വ്യവസ്ഥ അംഗീകരിക്കുക. എന്ത്? ഞങ്ങൾ ഇത്രയും നേരം എഴുതി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച വ്യവസ്ഥ അംഗീകരിക്കും. അതല്ലെങ്കിൽ കൊണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ അംഗീകരിക്കും. എന്താ കൊണ്ടുതോട് അംഗീകരിച്ചാൽ വ്യവസ്ഥ? നിങ്ങളതും ഞങ്ങളതും ഒരുപോലെ വാദിക്കാലോ. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇത് സ്വീകരിക്കുക. ഇപ്പൊ നിങ്ങൾ ഇതിന് ഞങ്ങളോടൊന്ന് ഏറ്റുമുട്ടി നോക്കിയാൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നണം. എന്തിനാണ് വരുമോ? അത് ഏൽപ്പിക്കാരുടെ മുമ്പിൽ നിങ്ങളെ മുഖം രക്ഷപ്പെടുത്താനാ. അല്ലെങ്കിൽ അബോയസാന്റെ ഒരു PM വരുമ്പോഴേക്കും നിങ്ങൾ വാദപ്രയാസത്തിന് ചാടി കയറില്ല. ചാടി കയറുമായിരുന്നെങ്കിൽ നിങ്ങളെ ക്ലാസ് റൂമിൽ വന്ന് ഞാൻ അൻവരിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതാ. നിങ്ങൾ പറയുന്ന വ്യവസ്ഥ 5 മിനിറ്റ് മതി. എനിക്ക് എത്ര സമയമാണോ ഒന്ന് വെക്കണം, ആ സമയം മതി. എനിക്ക് വാദപ്രയാസം ഈ വിഷയത്തിലുണ്ടോ എന്ന് വെച്ചാൽ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് നിങ്ങൾ ചാടിക്കൊത്തി. അത് ഇതന്നെയാണ്, അതിൽ യാതൊരു തർക്കമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നീട്ടി പറഞ്ഞ് കൊണ്ടുപോകുന്നതിലേറെ നല്ലത് ഞാൻ ഈ പറഞ്ഞതിന് ഇതേ രൂപത്തിൽ നിങ്ങളൊരു മറുപടി പറഞ്ഞിട്ട് ഇതാണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് അതാണ്. അതല്ലെങ്കിൽ രണ്ടാലൊരു വ്യവസ്ഥ ഇതുവരെ എഴുതിയ ഈ വ്യവസ്ഥ സ്വീകരിക്കുക, അതല്ലെങ്കിൽ കൊണ്ടുതോട് വ്യവസ്ഥ സ്വീകരിക്കുക. അതാണ് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. മൈക്രോഫോൺ. അസ്സലാമു അലൈക്കും. ഹലോ, ഏതായിരുന്നാലും അബൂബൈസിന് നല്ല ബേജാറ് കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോ അദ്ദേഹത്തിന്റെ പഴയ വാദം, ആ പഴയ വാദത്തിൽ ഇപ്പൊ വ്യവസ്ഥയിൽ വെച്ചിരുന്ന ആ വാദത്തിൽ എന്തൊക്കെ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാ കൊണ്ടുതോടുക്ക് പോവാ എന്നുള്ളൊരു വിഷയം വന്നത്. മാത്രമല്ല ഇപ്പൊ എന്തൊക്കെ വാദത്തിൽ പുതിയ വിശദീകരണം, ഇസ്ലാമിക ശരീഅത്ത് ഭരണകൂടം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു പുതിയ വിശദീകരണം. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് അങ്ങനെ പലതും മനസ്സിലാകും. ചർച്ചകളിലൂടെ നിങ്ങൾക്ക് അങ്ങനെ പലതും മനസ്സിലാകും. പിന്നെ ക്ലാസ് റൂമിൽ വന്നിട്ട് അസ്മാ സിഫാത്തിന്റെ കാര്യത്തിൽ വെല്ലുവിളിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഇവിടെ എല്ലാവർക്കും പറഞ്ഞ കാര്യമാണല്ലോ. അസ്മാ സിഫാത്തിന്റെ കാര്യത്തിൽ വെല്ലുവിളിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് ഇതേപോലെ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നില്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഇവരുടെ കള്ളം പറയേ ഞങ്ങൾ സ്വീകരിച്ചില്ല എന്ന്. സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നു, അതിന് തോറ്റോടിപ്പോയി. പിന്നെ ഒരിക്കൽ വന്നിട്ട് നിങ്ങൾ മറ്റൊരു വ്യവസ്ഥ മറ്റൊരു രൂപത്തിൽ നിങ്ങൾ വെല്ലുവിളിച്ചു. ഇതല്ലേ സംഭവിച്ചത്? ഇവിടെ നിങ്ങൾക്ക് എന്താ? പള്ളിയിൽ പുണ്യമില്ല,
പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിൽ പുണ്യമില്ല എന്നതിന്റെ ഒരു പ്രതിവാദം നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ ധൈര്യം വരുന്നില്ല? അതല്ല വിഷയം. പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിൽ ഒരു പുണ്യവുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഒരു വിശദീകരണം നിങ്ങൾ പറയൂ. നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാൽ പള്ളിയിൽ പുണ്യമുണ്ട് എന്നാണോ നിങ്ങളുടെ വാദം? അതിങ്ങോട്ട് പറയാതെ പറയാൻ എത്ര പ്രയാസം? ധൈര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞുവിടെ. ഈ വാദപ്രതിവാദം നടക്കണമെന്ന് വല്ല ആത്മാർത്ഥത ഇല്ലെങ്കിൽ പറഞ്ഞുവിടെ. പിന്നെ ഏപ്പിക്കാരുടെ മുന്നിൽ നാണം മറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംവാദത്തിന് തയ്യാറാക്കുന്നത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ തന്നെ നിങ്ങളുമായിക്കൊണ്ട് എത്ര തവണ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമുമായിക്കൊണ്ട് എത്ര തവണ വ്യവസ്ഥകളും സംവാദങ്ങളും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും നടന്നിട്ടുള്ളതാ? പിന്നെ മറ്റൊരു കക്ഷിയുടെ മുന്നിൽ നാണം മറക്കാൻ വേണ്ടി ആദർശ പ്രസംഗവുമായി ആര് നടക്കുന്നു എന്നത് എല്ലാവർക്കും അറിഞ്ഞ കാര്യമല്ലേ? ഞങ്ങൾ ശുർക്കല്ലേ, ഞങ്ങൾ ജിന്നിനെ വിളിച്ചിട്ടില്ലേ, ഞങ്ങൾ വിശദിക്കായിട്ടില്ലേ, ഞങ്ങളുടെ തോഹിന് യാതൊരു കേടില്ലേ, ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്ത് പോയിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നാട് നീളെ സക്കരിയ സലാഹിയും മറ്റേ മുജാഹിദ് ബാലുശ്ശേരിയും നാട് നീളെ ഞങ്ങൾ മുജാഹിദ് തന്നെയാണെന്ന് ഞങ്ങൾ തന്നെയാണ് മുജാഹിദ് എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ നടക്കുന്ന നിങ്ങളാണോ ഞങ്ങളെ കുറിച്ച് ഏപ്പിക്കാരെ മുന്നിൽ നാണം മറക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളോട് തന്നെ പലപ്പോഴും ആശയ സംവാദം ചോദ്യോത്തരങ്ങൾ നടന്നിട്ടില്ലേ? നമ്മുടെ റൂമിൽ അസ്മാ സിഫാത്തിന്റെ വിഷയത്തിൽ വ്യവസ്ഥയ്ക്ക് ഇരുന്നിട്ടില്ലേ? അഷ്റഫ് പൂനൂരിനെ അറിയാമല്ലോ. ഒരു ഉമ്മിന്റെ ഇബാറത്തുമായിക്കൊണ്ട് അഷ്റഫ് പൂനൂർ വന്നു. അഷ്റഫ് പൂനൂരിനെ ഉമ്മിന്റെ ഇബാറത്തിലിട്ട് കുടുക്കി അഷ്റഫ് പൂനൂർ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അതുപോലെ തന്നെ ബറാഅത്ത് രാവിൽ യാസീനോദി കാശ് വാങ്ങിയതിനെ കുറിച്ച് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാതെ ബറാഅത്ത് രാവിൽ യാസീനോദി കാശ് വാങ്ങിയതിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോ, അതിന്റെ ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ നിങ്ങളാണോ ഞങ്ങളുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നത്? കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ തന്നെ എത്രയോ തവണ സംവാദ വ്യവസ്ഥകളും അതുപോലെ തന്നെ സംവാദങ്ങളും ചോദ്യോത്തരങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും നാണം മറക്കേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ നടക്കുന്ന നിങ്ങളുടെ ആളുകളാ. ഞങ്ങളുടെ വാദം ഞങ്ങൾ കൃത്യമായിക്കൊണ്ട് പറഞ്ഞു, പള്ളിയിൽ പോയി സ്ത്രീകൾ നിസ്കരിക്കുന്നതിൽ ഒരു പുണ്യവുമില്ല. ഇതിന്റെ പ്രതിവാദം എഴുതാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് പറയൂ, അത് എഴുതൂ. ഇതാ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് ഉസ്താദ് മൈക്ക് ചോദിക്കുന്നു, അവർക്ക് വേണ്ടി മൈക്ക് ഒഴിവാക്കി കൊടുക്കുന്നു. അസ്സലാമലൈക്കും. ഇവിടെ ഇപ്പൊ ഭയങ്കര രസം സംഭവിച്ചില്ല, അത് നിങ്ങളാരും ശ്രദ്ധിച്ചില്ലേ? അബൂവൈസ് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറഞ്ഞു? ഷറഈല് ചില മവാനികൾ, ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഉള്ളപ്പോൾ അല്ലാത്തപ്പോഴൊന്നും തടയാൻ പാടില്ല. ഇതാണ് ഞങ്ങൾ പറയാം. അതന്നെയല്ലേ പൊന്നു സുഹൃത്തെ നമ്മളും ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയല്ലേ നിരുപാധികം എന്നൊരു വാക്ക് ഞങ്ങൾ കൂട്ടിയതും. അതിനെന്തിനാ പിന്നെ നിങ്ങൾ തെറ്റിപ്പോകുന്നത്? ഷറഈല് ചില ഘട്ടങ്ങളുണ്ട്, ചില സ്ത്രീകൾക്ക് പള്ളി പോകാൻ പറ്റാത്ത ചില തടസ്സങ്ങളുണ്ട്, മൻഅകളുണ്ട്. ആ ഷറഈയായ മൻഅ തന്നെ മുമ്പ് പ്രയോഗിച്ചതല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആ മൻഅകൾ ഉള്ള സമയത്തല്ലാത്തപ്പോൾ പിന്നെ തടയാൻ പാടില്ല, തടയൽ ഹറാമാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഇത് തന്നെ നമ്മളും പറഞ്ഞത്. ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനാണ് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു. അൽഹംദുലില്ലാ. ഇനി ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിരുപാധികം ഹറാം എന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ആ നിരുപാധികം പറഞ്ഞു എന്നൊരൊറ്റ കാര്യത്തിന്റെ പേരിൽ തെറ്റിപ്പോവാൻ നിൽക്കുന്ന ആളുകൾ അവര് തന്നെ അത് കൃത്യമായി പറഞ്ഞു. പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? പിന്നെ ഞങ്ങൾക്ക് നാണം രക്ഷിക്കാം. ഇവിടെ ഒരിക്കലും ഒരു നിലക്കും മാനം നഷ്ടപ്പെടേണ്ട ഒരു ഗതികേട് ഈ സുന്നത്ത് ജമാഅത്തിന് വന്നിട്ടില്ല. ആശയത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ മിനിഞ്ഞാന്ന് വരെ തൗഹീദായിരുന്നത് ഇന്നലെ ശിർക്കാവുകയും മിനിഞ്ഞാന്ന് വരെ ശിർക്കായിരുന്നത് ഇന്നലെ തൗഹീദാവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യതിയാനം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആശയപരമായി ഒരു വ്യതിയാനം സുന്നത്ത് ജമാഅത്തിൽ സംഭവിച്ചിട്ടില്ല. മറ്റു പലതും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ആശയപരമായി മിനിഞ്ഞാന്ന് വരെ തൗഹീദായിരുന്നത് ഇന്നലെ ശിർക്കായ ആളുകൾ, അതിന്റെ പേരിൽ പാടി നടക്കുന്ന ആളുകൾ, നാരിയത്തു സലാത്തെ സംബന്ധിച്ച് ഞങ്ങൾ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. അതുപോലെ പലതും ഇവിടെ നടത്തിയിട്ടുണ്ട്, പലതിനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ മുന്നിലേക്ക് വന്നാൽ പെടുമെന്നതുകൊണ്ട് പലരും വരാറില്ല. അതാണ് വസ്തുത എന്ന് മനസ്സിലാക്കുന്ന നന്ന്. ഇനി വേണോ നാളെ തന്നെ ഇരിക്കാം, നമുക്ക് ജിന്നുകളോടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തൗഹീദ് വിശാലമായി ചർച്ച ചെയ്യാൻ നമുക്ക് തയ്യാറാണ്. ആ വിശാലമായ ചർച്ചക്ക് നമ്മൾ തയ്യാറാണ്. ആ നിലക്ക് പിന്നെ വ്യക്തികൾ തമ്മിൽ എവിടെയെങ്കിലും ഒത്തുകൂടലല്ല,
തത്വപരമായി, ആശയപരമായി, അടിസ്ഥാനപരമായി നമ്മുടെ ക്ലാസ് റൂമുകൾ തമ്മിൽ നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യാൻ എപ്പോഴും നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിന്റെ പേരിലൊന്നും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ. പലപ്പോഴും അവസാനം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിപ്പിരിയാൻ നിങ്ങൾ ശ്രമിച്ചതാണ് അസ്മാഉ സിഫാത്തിൽ സംഭവിച്ചത്. നിങ്ങൾ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സംസാരമൊന്നും പറയണ്ട. ഞങ്ങൾ പറഞ്ഞ അതേ വാദം ഇവിടെ അംഗീകരിച്ചതുകൊണ്ട് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ ആയി കിട്ടിയല്ലോ. എന്താണ് ശറഅ് വിലക്കിയ മൻഅകളെ പരിഗണിക്കണം. ശറഅ് എന്താ വിലക്കിയത്? പണ്ഡിതന്മാർ പറഞ്ഞെന്താ? ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യ പ്രകടനം നടത്തിക്കൊണ്ട് വരികയാണെങ്കിൽ, അതുപോലെ സുഗന്ധം പൂശി വരികയാണെങ്കിൽ, അതുപോലെ ജനങ്ങൾ കേൾക്കുന്ന രൂപത്തിലുള്ള പാദസരം അണിഞ്ഞു വരികയാണെങ്കിൽ ആ പെണ്ണിനെ തടയേണ്ടതാണ്. അത് പോകാൻ അനുവദിക്കൂല. അപ്പൊ ഈ രൂപത്തിലുള്ള മൻഅകൾ മാത്രമേ നമ്മളെ സമസ്തന്റെ ഉസ്താദുമാർ പരിഗണിക്കുള്ളൂ. അതിനപ്പുറം ഒരു പെണ്ണ് സുഗന്ധം പൂശിയില്ല, അവളുടെ പാദസരത്തിന്റെ ശബ്ദം പുറത്തു കേൾക്കുന്നില്ല, അതുപോലെ അന്യപുരുഷന്മാരുമായി ഇടകലരുന്നില്ല, സൗന്ദര്യ പ്രകടനമൊന്നും നടത്തുന്നില്ലെങ്കിൽ ആ പെണ്ണ് നല്ല പർദ്ദക്കെട്ട് മുഖമൊക്കെ മറിച്ചൊരു പെണ്ണ് പള്ളിയിൽ വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ആ പെണ്ണിന് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കാം എന്നിതാ EK ഗ്രൂപ്പിന്റെ ഉസ്താദുമാര് പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ പൂർണ്ണമായും നിങ്ങൾ മുജാഹിദായതിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് 1000 സ്തുതി. പൊന്ന ഹബീബുകളെ, ഇത്രയും നേരം നമ്മൾ തനിയെടുത്തത് മുതലായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ റെഡിയായില്ലേ? ഈ മന്നകൾ ശറഅ് പറഞ്ഞ മന്നകൾ ഇല്ലേ? അപ്പൊ റെഡിയായി. ഇനി മറ്റൊന്നെന്താ? തൗഹീദിൽ ഞങ്ങൾക്ക് മാറ്റം പറ്റിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. നിങ്ങളെ തൗഹീദ് സമസ്തന്റെ മുശാവറ മെമ്പർമാര് ആലുവ ത്വരീഖത്തിൽ ബയ്യത്ത് ചെയ്തിട്ട് നിങ്ങൾ മൂല്യമാരൊക്കെ പാടെ ബയ്യത്ത് ചെയ്തല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ ആ തൗഹീദ് പൊളിഞ്ഞു അല്ലേ? കടലിൽ മുങ്ങി. നൂരിശ ത്വരീഖത്തിന്റെ തൗഹീദില് സമസ്ത ഒട്ടാകെ മുങ്ങി പിന്നെ ബയ്യത്ത് ചെയ്തില്ലേ? ജാമിയ നൂരിയന്റെ പേര് നൂരിയാക്കിയത് നൂരിശന്റെ ത്വരീഖത്ത് കൂടിയിട്ടല്ലേ? ആ തൗഹീദ് പൂട്ടിയപ്പോഴല്ലേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്? അതുകൊണ്ട് ആ തൗഹീദ് പൊളിയണം മസാല ഉണ്ടല്ലോ, അതാണ് വിട്ടലും. പിന്നെ അനുവരി ഒരു കാര്യങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവില്ല ചില സമയങ്ങളിലൊന്നും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങൾ പറയുന്ന വ്യവസ്ഥ പ്രകാരം ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ എപ്പോഴറിയോ? നമ്മൾ 2 ഗ്രൂപ്പുകാരും 2 ക്ലാസ് റൂമുകാരും ഒരു വാദപ്രയോഗ വ്യവസ്ഥയ്ക്ക് ഇരുന്നു. ആ വ്യവസ്ഥ പൊളിഞ്ഞതിന് ശേഷം ഞങ്ങളെ റൂമിൽ വന്നത്. അത് മറന്നോ നിങ്ങൾ? ഇപ്പൊ എന്നിട്ട് പറയാം അങ്ങനെ ഇങ്ങനെ. അതൊന്നും ആ കളിയൊന്നും വേണ്ട. പിന്നെന്താ പുതിയ വിശദീകരണം ഇവിടെ പറഞ്ഞുനാ? ഞങ്ങളിവിടെ പിന്നെ പെണ്ണ് പള്ളിയിൽ പോകുന്നതിനെ തടയൽ ഹറാമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശറഈയായ തടസ്സങ്ങൾ ഇവിടെ പരിഗണിക്കും. അപ്പൊ അത് പുതിയ വിശദീകരണം. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞെന്താ? നിങ്ങൾ ഈ തടയെന്ന് പറഞ്ഞതെന്ന് വിശദീകരിക്കണം, അവിടെ നിരുപാധി കാണാം. ഹലോ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ആളുകൾക്ക്, പുതിയ ആളുകൾക്ക് ഡോട്ട് ഒഴിവാക്കി കൊടുക്കാൻ പറ്റൂല. നമ്മളിവിടെ കൃത്യമായി ആളുകളൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് അവരുടെ പേരൊക്കെ അവിടെ വായിച്ചതാ. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് മുഴുവൻ, നിങ്ങളെ ഭാഗത്തു നിന്ന് എത്ര ആളുകളുണ്ട് അവരുടെ പേരും എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്തിട്ട് ആരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം അബു ഇസാൻ, പിന്നെ അങ്ങനെ അഷ്റഫ് പൂനൂര്, എല്ലാ അബു ഫറീൻ, എല്ലാവരുടെ പേരും നമ്മൾ കൃത്യമായി ഇവിടെ വായിച്ചത്. അതിനുശേഷം പിന്നെ മറ്റുള്ള ആളുകൾക്ക് പെണ്ണുങ്ങളെ പള്ളിക്കൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ ഉസ്താദ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ചാടുന്ന തീരെ നീതിയല്ല. പറയാനുള്ളത് പറയാമോ, സംസാരിക്കാതെ ഓക്കെ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഉസ്താദ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സമയം ഇവിടെ ടൈപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മൈക്ക് എടുക്കേണ്ടത്. പെട്ടെന്ന് ഒരാൾ ചാടിക്കയറി മൈക്ക് എടുക്കാൻ പാടില്ല. ഇവിടെ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ചാടിയതാണത്. നിങ്ങൾ കളർ ഐ ഡി ആണ്, ചാടാൻ പറ്റും. അതുകൊണ്ട് ചാടാം. അത് ശരിയല്ല അതങ്ങനെ ചെയ്യണത്. ഓക്കെ, ഉസ്താദ് സംസാരിച്ച് കേട്ടോ. എന്നിട്ട് അതിന് ഉസ്താദിന് വലിയ ഉസ്താദ്മാരുടെ കുരുത്തക്കേട് കാണിച്ച് നിങ്ങൾ എങ്ങനെ ഡോട്ട്? അസ്സലാമു അലൈക്കും. വളരെ ചർച്ച വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൽമാൻ വസീരി, നിങ്ങൾ ബൈക്കിലേക്ക് പോയി. ഈ രീതിയിൽ പോകേണ്ട കാര്യമില്ല. ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇടയിൽ കയറി മറ്റൊരാള് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആ സമയം അവരുടെ സമയം എന്ത് പറയാനുണ്ടോ അത് പറയട്ടെ. 10 പേർക്ക് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 10 പേര് മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ 10 പേര് മാത്രമാണ് ഡോട്ടില്ലാതെ ഇരിക്കുന്നത്. ഓക്കെ, പുത്തനത്താണി ഞങ്ങളുടെ ആളാണ്. അദ്ദേഹം 10 പേരിൽ പെട്ട ഒരാളാണ്. ഓക്കെ, അത്രേ പറയേണ്ടുള്ളൂ. 10 പേര് മനസ്സിലായോ? അപ്പൊ എന്തായിരുന്നാലും ശരി,
ആരാ ഡോട്ട് മാറ്റിയത്? ഒക്കെ പലതുകൊണ്ട്. എന്തായാലും അതൊന്നും നമ്മൾ നോക്കില്ല. ഞാൻ നിങ്ങൾക്ക് 10 ആളുണ്ടോ എന്ന് മാത്രമേ നോക്കണുള്ളൂ. എന്തായിരുന്നാലും ശരിക്കും ഈ അവസാന സന്ദർഭത്തിൽ ആ രീതിയിലുള്ള ചാടിക്കളികളൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ രീതിയിലുള്ള ചാടിക്കളി കൊണ്ട് അത് അവസാനിക്കുകയുണ്ടായി. എന്തായിരുന്നാലും ഇനിയും നമുക്ക് പല ചർച്ചകളും നടത്തേണ്ടതാണ്. ഏതായിരുന്നാലും ഈ ചർച്ചകളിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ നിന്ന് കാര്യങ്ങൾ പിടികിട്ടേണ്ടവർക്ക് പിടികിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതിൽ നിർത്താം. കാരണം ഇത് വളരെ മോശമായ രീതിയിലേക്ക് ചിലർക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമ്മൾ തയ്യാറല്ല. എന്തായിരുന്നാലും ഞാൻ മൈക്ക് വിടുകയാണ്. ഇനി സൽമാൻ അസേരി മൈക്കിലേക്ക് വരിക. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഗതി സമയം ഒരുപാട് നീണ്ടിട്ടുണ്ട്. പക്ഷെ ഈ നമ്മളിപ്പോ ഒരു വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നിട്ട് അബൂവൈസിന്റെ ഒക്കെ സംസാരത്തിൽ പലപ്പോഴും നമ്മൾ ഈ വ്യവസ്ഥ തയ്യാറാക്കൽ പോലും ഒരു നിലവാരം കുറഞ്ഞ പണിയായിട്ട് അബൂവൈസ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അതായത് അബൂ ഇഹ്സാൻ എന്ന് പറയുന്ന ആള് നിങ്ങളെ ക്ലാസ് റൂമിന്റെ ഓണറാണ്. അബൂ ഇഹ്സാനെ നിങ്ങൾ കൊച്ചാക്കാൻ പാടില്ല. അബൂ ഇഹ്സാനെ നിങ്ങൾ ഒന്നും അല്ലാതെയാക്കാൻ പാടില്ല. ഒരു അബൂ ഇഹ്സാൻ വിളിച്ചപ്പോഴത്തിന് വന്നു, ഒരു അബൂ ഇഹ്സാൻ വിളിച്ചപ്പോഴത്തിന് വന്നു പറയും. പിന്നെ അബൂവൈസ് വിളിച്ചിട്ട് വന്നോ? അബൂവൈസിനൊക്കെയാണ് കുറച്ചും കൂടി മാന്യതയുള്ള ആളാണ് അബൂ ഇഹ്സാൻ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷെ ഇവിടെ വേറെ വിഷയമാണെന്നല്ല, സമയം ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ചർച്ചകള് ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നീണ്ടു പോയിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് എന്ന ഐഡിയിലുള്ള ഉസ്താദിന് വേണ്ടി ഞാൻ മൈക്ക് കൈമാറാണ്. ഉസ്താദിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇരു കൂട്ടരുടെയും താല്പര്യപ്രകാരം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. ബിൻ മുഹമ്മദ് എന്ന ഐഡിയിലുള്ള ഉസ്താദ് മൈക്കിൽ വരട്ടെ. അസ്സലാമു അലൈക്കും. ഇതിങ്ങനെ 10 പ്രാവശ്യം അങ്ങനെ റിലേ ആക്കാനല്ല ഞാൻ നിങ്ങളോട് മൈക്ക് എടുക്കാൻ പറഞ്ഞത്. കഴിഞ്ഞു, ഞങ്ങളിവിടെ നിർത്തുകയാണ്. കാരണം വളരെ മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പായി ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ വിഷയത്തിൽ തന്നെ നിങ്ങൾക്ക് ചർച്ച തുടരണമെങ്കിൽ തുടരാം. ഇനിയും മറ്റു വിഷയങ്ങളിൽ തൗഹീദിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ വിഷയത്തിലും തൗഹീദ് സംബന്ധമായി, ഇസ്തിഗാസ സംബന്ധമായി, അത് മാത്രമല്ല ഏത് വിഷയത്തിലും, നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഏത് വിഷയത്തിലും ചർച്ച നടത്തുവാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർജവത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സലഫി സമൂഹം തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിടവാങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ഇഹ്സാൻ, ഞാനും ബിൻ മുഹമ്മദ് എന്ന ഐഡിയിലുള്ള ഉസ്താദിനെ വിളിച്ചത് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇരു കൂട്ടരുടെയും താല്പര്യപ്രകാരം കാര്യങ്ങൾ നീക്കാനാണ് പറഞ്ഞത്. സംവാദം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എന്തേ ഇപ്പോൾ തൗഹീദിനെ കുറിച്ച് സംവാദം നടത്താൻ, മറ്റൊരു ദിവസം തൗഹീദിനെ കുറിച്ച് സംവാദം നടത്താൻ, ഏത് വിഷയത്തിനെ കുറിച്ച് സംവാദം നടത്താൻ, എന്താ ഇപ്പോ ചർച്ച ചെയ്ത സ്ത്രീ ജമാഅത്തിനെ കുറിച്ച് സംവാദം നടത്താൻ എന്തേ വഹാബികൾക്ക് താല്പര്യമല്ലേ? ഇതിന് പിൻവാങ്ങിയോ? സ്ത്രീ ജമാഅത്തിനെ കുറിച്ച് സംവാദം നടത്താൻ വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കാനാണ് നമ്മളിപ്പോ ഇരുന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഒരു നിലപാടിലെത്താൻ, ഒരു വാദം പറയാൻ, ഒരു പ്രതിവാദം പറയാൻ പോലും നിങ്ങൾക്ക് സാധിക്കും. വഹാബി അല്ല ഖുറാഫി പടു ഖുറാഫി. പുത്തനത്താണി ചേലൂര് എന്റെ ഡോട്ട് മാറ്റവും മനസ്സിലായിരുന്നു ഇയാളൊരു തരികിടയാണ് എന്ന്. പുത്തനത്താണി ചേലൂര് ഇപ്പോൾ കേട്ടത് റെക്കോർഡാണല്ലോ, ക്ഷമിക്കണം, ഇപ്പോൾ കേട്ടത് റെക്കോർഡാണ്. ഇത് വഹാബികളുടെ തനി സ്വഭാവമാണ്. ഞാൻ ഓൾഡോട്ട് ഇടേണ്ടി വന്നത് ഒരു വഹാബിയുടെ സ്വഭാവത്തിന്റെ അനന്തരഫലമാണ്. അതായത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്കിൽ ചാടിയിട്ട് തെറി പറയാ, അനാവശ്യം പറയാ, പ്രമാണങ്ങൾ കയ്യിലില്ലാതെ വരുമ്പോ അനാവശ്യം പറയാ. ഇതാ ഹാസമ ഫജറ എന്ന് പറഞ്ഞത് മുനാഫിഖിന്റെ ലക്ഷണ. സംസാരിച്ചിട്ട് തനിക്ക് സംസാരിക്കാൻ ന്യായവാദങ്ങൾ ഇല്ലാതെ വരുമ്പോ മുട്ടുകുത്തേണ്ടി വരുമ്പോ തെറി പറയുന്നത് മുനാഫിഖിന്റെ ലക്ഷണ. ഇപ്പൊ ഓൾഡോട്ട് ഇടേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഒരു വഹാബിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്ഷമിക്കണം, അദ്ദേഹത്തിന് പെട്ടെന്ന് ആരളകിയതാണ്. ഇപ്പോ ഇവിടെ നടന്ന ഈ വ്യവസ്ഥ തയ്യാറാക്കൽ ചർച്ചയിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമും തമ്മിലുള്ള ഈ വ്യവസ്ഥ തയ്യാറാക്കാൻ
സ്ത്രീ ജമാഅത്ത് എന്ന വിഷയത്തിൽ KICR വന്ന് വെല്ലുവിളി നടത്തിയവർ ആ വെല്ലുവിളി നടത്തി കുടുങ്ങിയതാണ്. വെല്ലുവിളി നടത്തി കുടുങ്ങിയ ഇപ്പൊ ഒരു സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നിട്ട് ആ സംവാദ വ്യവസ്ഥ തയ്യാറാക്കുന്നതിൽ മാന്യമായി സംസാരിക്കാൻ പോലും തങ്ങളുടെ വാദം പറയാൻ പോലും അത് ഇവിടെ പറ എന്ന് പറയുമ്പോൾ അത് പറയാതെ മൈക്കിൽ മിനിറ്റുകളോളം മൈക്കിൽ നിന്നുകൊണ്ട് സംസാരിച്ച് സമയം കളയാൻ, അതിനിടയിൽ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന സമയത്ത് മൈക്കൊക്കെ എടുത്തിട്ട് ഖുറാഫി മറ്റൊരു മറിച്ച് തെറി പറയാം. ആദർശം കയ്യിലുണ്ടെങ്കിൽ ഒരു തെറിന്റെ ആവശ്യമില്ല. ഞങ്ങൾ സംസാരിച്ചല്ലോ, എന്തെങ്കിലും ഒരു തെറിയുടെ അംശം നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾപ്പിച്ചു തരാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് നൈറിയുള്ള ഉസ്താദ്, ഗഫൂർ അൻവരി ഉസ്താദ്, MP ദാരിമി ഉസ്താദ് വളരെ മാന്യമായി സംസാരിച്ചു. അവരുടെ സംസാരമൊക്കെ ഇവിടെ റെക്കോർഡാണ്. ഇൻഷാ അല്ലാഹ് ഇത് ജനങ്ങൾ കേൾക്കും, ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ ഇതൊക്കെ ഒരു റെക്കോർഡ്. പക്ഷെ അബൂ ഉവൈസിന്റെ ഓരോ വാക്കുകളും ഓരോ പ്രയോഗങ്ങളും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആദർശമില്ല. പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മടമൂരികളുടെയും അതുപോലെ തന്നെ ഔദ്യോഗിക വിഭാഗം KNM-ന്റെയും ഇടയിൽ ജിന്നുബാധയിലേക്ക് തട്ടിപ്പടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പിടിവള്ളി കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തിയതാ. അത് മക്കളെ, ഇത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമാണ്. ഇവിടെ അത് വില പോകൂല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആൺകുട്ടികളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ധീര ശബ്ദമായ അഹ്ലുസുന്നയുടെ ആശധീരന്മാരായ പടയാളി കേരള ഇസ്ലാമിക് ക്ലാസ് ഇവരുടെ അതുകൊണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് നൈറിയുള്ള ഉസ്താദിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. വഹാബികൾ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്നും ഇറങ്ങി ഓടിയിരിക്കുകയാണ് എന്ന വാർത്ത വളരെ വേദനയോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. ഇപ്പോ അവസാനം അവര് സംഗതി കുടുങ്ങിയത് ശരിക്കും ബോധ്യപ്പെട്ടു. കാരണം ശർഈയായ മൻഅകള്, പിന്നെ മൻഅകൾ ഏതാന്ന് അതുകൊണ്ട് നമ്മളൊക്കെ സമ്മതിച്ചെന്ന് അതിന്റെ മുമ്പ് ആഘോഷിക്കുക ചെയ്തത്. മൻഅകൾ ഏതാന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ശർഈയായ മൻഅകള് ഉള്ളപ്പോൾ തടയാൻ പാടില്ല. നമ്മുടെ വാദം ശരിക്കും മനസ്സിലാക്കണം. ഇനി അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ വാദം ഉണ്ടായിരുന്നത് സ്ത്രീകൾക്ക് വീട്ടിലാണ് നിസ്കരിക്കൽ പുണ്യകരം. എന്നാൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിൽ യാതൊരു പുണ്യവുമില്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? ആ പുണ്യമില്ല എന്നത് കൊണ്ട് ചില സമയത്ത് ഹറാമ് വരും, ചില സമയത്ത് കറാഹത്ത് വരും. ഇത് പല അവസ്ഥകളാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് സ്വന്തം നിലക്കല്ല, ഒരുപാട് ഹദീസുകൾ, ഒരു ഹദീസ് മാത്രമല്ല പല ഹദീസുകളിൽ നിന്ന് ജംഅ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് പറയാനാണ് നമ്മളത് പറഞ്ഞത്. അങ്ങനെ അതിനെ പറ്റി ഒരക്ഷരം മിണ്ടാതെ അവരും ആ ഒരു വാദം ഉന്നയിച്ചു. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ തടയൽ ഹറാമാകുന്നു, പള്ളിയിലേക്ക് പോകുന്നതിനെ തൊട്ട് തടയുന്നത് ഹറാമാകുന്നു. ഇതല്ല നമ്മുടെ മർമ്മപ്രധാന വിഷയം. പോകുന്നത് പുണ്യം ഉണ്ടോ ഇല്ലേ എന്നതാ. പിന്നെ അപ്പൊ ഉണ്ടെങ്കിൽ തടയാൻ പറ്റില്ല എന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന നിലക്ക് നീങ്ങി. അപ്പൊ അവസാനം അവരുടെ വാദം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വാദം നിരുപാധികം അങ്ങനെ തടയൽ ഹറാമാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാര്യത്തിന്റെ മേൽ തെറ്റാൻ നിന്നു. ബ്ലാക്ക് റൂമാണ് ക്ലോസ് ചെയ്ത് മൈക്ക് ചാടാൻ പറ്റും ഇവിടെ, അല്ലെങ്കിൽ ആവേണ്ടതില്ല. കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് അങ്ങനെ നിരുപാധികം ഹറാമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താ, ചില ഉപാധികളുണ്ട്. ചില സമയത്ത് തടയാൻ പറ്റില്ല, ചില സമയത്ത് തടയാൻ പറ്റും, ചില സമയത്ത് തീരെ പാടില്ല. ഹറാമിൽ ഇങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. ഇത് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ. ചില സ്ഥലത്ത് ഇവിടെ പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഇത് പറ്റുന്ന സ്ഥലമാണോ അല്ലേ നോക്കിയിട്ട് ഹറാമു എന്ന് പറയും. ചില സ്ഥലത്ത് കറാഹത്താണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. ഇതിങ്ങനെ തന്നെയാണ് ഇക്കാലം വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു പുണ്യം അവർക്കില്ല. അത് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു. ഇതിൽ നിന്നിട്ട് ഈ വാദത്തെ അവർക്ക് ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് അവർ പോയത്? എന്തിനാണ് അവർ ചാടിപ്പോയത്? എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു ഈ പറയുന്ന ആശയങ്ങളൊന്നും അവർക്ക് തെളിയിക്കാൻ സാധ്യമല്ലെന്നും വ്യവസ്ഥ തയ്യാറാക്കുക എന്ന പേരിൽ ഒരുമിച്ച് കൂട്ടുക. നമ്മൾ ആ നിലക്കാൻ സംസാരിക്കുക. അപ്പോ എന്തെങ്കിലുമൊക്കെ തുണ്ട് നുറുമ്പുകൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് അതിന് നമ്മളപ്പം മറുപടി പറയാൻ നിൽക്കില്ല. കാരണം ഇവിടെ വ്യവസ്ഥ തയ്യാറാക്കല വിഷയം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക, ഈ ഒരൊറ്റ വിഷയം മാത്രമാണ് ഇവരുടെ ഉദ്ദേശം എന്നിപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തിന് നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം. എന്നും ഹക്കിന് വേണ്ടി ദീനിന് വേണ്ടി നിലകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇനി ഗഫൂർ അൻവരി ഉസ്താദ് എടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തു തന്നിട്ടുള്ളത്. എപ്പോഴും ഞാൻ അനുസ്മരിക്കാറുള്ളത് പോലെ ഇത് നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദുമാരുടെ, സാദാത്യങ്ങളുടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇപ്പൊ ഹയാത്തിലുള്ളതും മുൻഗാമികളുമായ മഹാന്മാരായ മുഖ്ലിസീങ്ങളായ ഉസ്താദുമാരുടെ ബറക്കത്താണിത്. നമുക്കൊരിക്കലും നമ്മുടെ ആശയം മറ്റൊരാളുടെ മുന്നിൽ സമർത്ഥിക്കുന്ന വിഷയത്തിൽ പരാജയപ്പെടുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം നേരിടുക എന്നുള്ളത് ഇതുവരെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവുകയുമില്ല. എത്ര ഊക്കില അബൂ ഇഹ്സാനും അബൂ വൈസൊക്കെ വന്നത്, എന്നിട്ട് അവരുടെ വാദത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട്, തടയൽ ഹറാമാകുന്നു എന്നുള്ള ആ വാദത്തിന് അല്പം വിശദീകരണം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ബോധം അവർക്ക് അവസാനത്തിൽ കിട്ടി നമ്മുടെ നീക്കങ്ങളെ കൊണ്ട്. അത് നമുക്ക് ഈ വിഷയത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വിജയമാണ്. സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയൽ ഹറാമാകുന്നു എന്നവർ വാദിച്ചു. ആ ഹറാമാകുന്നു എന്ന ഭാഗത്തിന് അല്പം ഒരു വിശദീകരണം കൊടുക്കേണ്ടതുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ വിശദീകരണം കൊടുക്കാൻ അവസാന ഘട്ടത്തിൽ തയ്യാറാവുകയും ചെയ്തു. മാത്രമല്ല, അവരുടെ വാദം ഒട്ടും യുക്തിപൂർണമല്ല, അത് സംവാദത്തിൽ വിജയിക്കാൻ പറ്റിയതല്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായതിന്റെ ഭാഗമായി കൊണ്ടാണ് തോട് വാദപ്രതിവാദത്തിലേക്ക് പോകാം എന്നൊക്കെ അവർ പറഞ്ഞത്. ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാദം സ്ത്രീച്ചു ഒരക്ഷരം പറയാൻ അവർക്ക് സാധിച്ചില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഹലോ, എന്റെ സംസാരം കേൾക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? നമ്മുടെ വാദത്തിന്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ അവർക്ക് സാധിച്ചില്ല. അത് നമ്മുടെ വിജയമാണ്. അത് മാത്രമല്ല, വഹാബികളെ കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയിക്കാൻ കഴിഞ്ഞു. എന്താ? ഞങ്ങളുടെ മുൻഗാമികളെ ഞങ്ങൾ തള്ളും. കെ എം മൗലവി മുജ്തഹിദല്ല, ഞങ്ങളുടെ മുൻഗാമികൾ ആര് പറഞ്ഞാലും അതൊക്കെ ഞങ്ങൾ തള്ളും എന്നൊക്കെ അവരിവിടെ റൂമിൽ പറയേണ്ടി വന്നു. അതേസമയത്ത് നമ്മൾ വളരെ ധൈര്യത്തോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ പറഞ്ഞു, വി.കെ. ഹസൻ മുസ്ലിയാരാവട്ടെ, മറ്റേത് ഉസ്താദുമാരാവട്ടെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏത് ഉസ്താദും ഏത് ഇമാമും പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഒരിക്കലും മാറ്റേണ്ടതില്ല. അതൊക്കെ അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സംവാദവും ഈ വ്യവസ്ഥയും ഈ ക്ലാസ് റൂം ഒക്കെ നടത്തുന്നത് എന്ന് നമ്മൾ ആണത്തോടുകൂടി, ധൈര്യത്തോടുകൂടി നമ്മൾ പ്രഖ്യാപിച്ചപ്പോ അവർ പറഞ്ഞതെന്താ? ഞങ്ങളുടെ മുൻഗാമികളെ തള്ളും, ഞങ്ങൾക്കതിൽ യാതൊരു മടിയില്ല എന്നൊരു. ഇതൊക്കെ എത്രത്തോളം ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ പരാജയമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ? അത് ഈ തിരിച്ചറിവ്, ഈ വിഷയം അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണല്ലോ അബൂ ഉവൈസും അബൂ ഇഹ്സാനൊക്കെ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയത്. പിന്നെ നമ്മൾ ഏൽപ്പിക്കാരെ മുന്നിൽ നാണം മറക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഒരാളുടെ മുന്നിൽ നാണം മറക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇന്ന് കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആണത്തത്തോടുകൂടി, അഭിമാനത്തോടുകൂടി ഒരാളുടെ മുന്നിലും ഒരു വിഷയത്തിലും പതറാതെ, കൂളാതെ ആദർശ പ്രബോധനം, ആദർശ പ്രസംഗം, ആദർശ പ്രവർത്തനങ്ങൾ നടത്താൻ കെൽപ്പുള്ള, ധൈര്യമുള്ള, അതിന് സാഹചര്യമുള്ള ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്തയും SKSSF-ഉം സമസ്തയുടെ പോഷക സംഘടനകളും മാത്രമാണ്. മറ്റ് ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ചൂണ്ടിക്കാണിക്കാനുണ്ടാകും. അങ്ങനെ ഉണ്ടായില്ലേ, എങ്ങനെ ഉണ്ടായില്ലേ എന്ന്. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ SKSSF-ഓ നമ്മുടെ ക്ലാസ് റൂമോ അങ്ങനത്തെ അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ അല്ലാഹു തആല നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുജാഹിദുകളെ കൊണ്ട്, വഹാബികളെ കൊണ്ട്, അവരുടെ പ്രസ്ഥാന നേതാക്കളെ, അവരുടെ ആദ്യകാല നേതാക്കളെ ഞങ്ങൾ തള്ളും എന്നിങ്ങനെ പലതവണ അവരെ കൊണ്ട് പറയിപ്പിച്ചു. നമ്മുടെ വാദത്തിന്റെ മറുവാദമായി കൊണ്ട് അവർക്കൊന്നും പറയാൻ സാധിച്ചില്ല. മാത്രമല്ല, അവരുടെ വാദത്തിന് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ചില തിരുത്തലുകൾ അവസാന സമയത്ത് അവർക്ക് നടത്തേണ്ടി വന്നു. മാത്രമല്ല, ക്ലാസ് റൂമിൽ നിന്ന് വളരെ പരാജയപ്പെട്ടുകൊണ്ട് അവർക്ക് ഇറങ്ങി ഓടേണ്ടി വന്നു. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹമാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇസ്സത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.